എറണാകുളം, കേരളമാണ്. സോ ഇത് നമ്മളെ പ്രസന്റേഷൻ യൂട്യൂബിൽ ലൈവ് ആണ്. ഇൻ കേസ് ആരും സൂമിൽ കാണാൻ പറ്റില്ലെങ്കിൽ അവർക്ക് യൂട്യൂബിലും കാണാൻ പറ്റും. ഇൻ കേസ് വോയിസ് ഓഡിബിൾ അല്ലെങ്കിൽ സ്ക്രീൻ കാണുന്നില്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കുക. സോ ഇൻ കേസ് അങ്ങനെ എന്തുണ്ടെങ്കിൽ ഞാൻ ഇമീഡിയറ്റ്ലി കണ്ട് റെക്ടിഫൈ ചെയ്യും. സോ ദ സെഷൻ, ദ സ്ക്രീൻ, mic is all Mr. Sirajuddin. So Siraj sir, the screen, the mic is all yours. Please proceed. Oh, all right. Okay. Good morning, everybody. Very good morning. On behalf of everybody, I am saying good morning. Good morning. Okay. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്നെ സംബന്ധിച്ചിട്ട്. ഞാൻ ഇത്തരത്തിലൊരു പ്രോഗ്രാം BOM, ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീറ്റിംഗ്, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫോമിൽ ചെയ്യുന്നത്. ഞാൻ ഒരു പ്രോഗ്രാം ഇംഗ്ലീഷിലും ഒരെണ്ണം തമിഴിലും ചെയ്തിരുന്നു. എന്തായാലും എനിക്ക് ഈ രൂപത്തിൽ നമ്മുടെ ആളുകളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കി തന്ന DXN കമ്പനി, പ്രത്യേകിച്ച് രാഹുൽ സാറിനോടൊക്കെ വളരെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മുഴുവൻ പ്രിയപ്പെട്ട ആൾക്കാർക്കും ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ പ്രോഗ്രാം, ഈ പ്രസന്റേഷൻ ഒരു മുതൽക്കൂട്ടായിട്ട് പുതിയതായി ഈ പ്രസ്ഥാനത്തിലേക്ക് വരാൻ തയ്യാറാകുന്ന ഒരാളെ കാണിക്കാൻ ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. BOM ബൈ സിരാജുദ്ദീൻ, എക്സിക്യൂട്ടീവ് ഗോൾഡ് ഡയമണ്ട്, DXN കേരള. പ്രിയപ്പെട്ടവർ, ഞാൻ 2000 ഓഗസ്റ്റ് മാസം 11 ഈ പ്രസ്ഥാനത്തിൽ വന്നത്. വളരെ അദൃശ്യമായി എൻ്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ PR രാജീവ്, അദ്ദേഹത്തിനോട് ഉള്ള കടപ്പാട് നന്ദി ഓർക്കുന്നു. ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം അദ്ദേഹം എൻ്റെ വീട് അന്വേഷിച്ചു വരികയും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്ത് DXN എന്ന് പറയുന്ന ഒരു മലേഷ്യൻ കമ്പനിയുടെ 1-2 പ്രൊഡക്റ്റുകളുമായിട്ട് എൻ്റെ വീട്ടിലെത്തി. എൻ്റെ ഫാദർ ഒരു സാധാരണ പെട്ടിക്കട നടത്തുന്ന, ഒരു പലചരക്ക് കട നടത്തുന്ന ആളാണ്. ഞാനാണെങ്കിൽ അന്ന് വളരെ വളരെ സാമ്പത്തിക ഞെരുക്കത്തില് വളരെ കഷ്ടപ്പെട്ട ഒരു സമയത്ത് ജീവിക്കുന്ന ആയതുകൊണ്ട് രാജീവ് എൻ്റെ വീട്ടിൽ വരികയും രാജീവ് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞ ആ ബാഗിനകത്തുനിന്നൊരു പാക്കറ്റ് DXNന്റെ കോഫി പൗഡർ എടുത്ത് എന്നെ കാണിക്കുകയും ചെയ്തു. ഞാനത് 2 കൈ നീട്ടി സ്വീകരിച്ചു. അതിന്റെ വില കണ്ടപ്പോൾ ഞാൻ സത്യത്തിലൊന്ന് ഭയപ്പെട്ടു പോയി. ഞാൻ ഓർത്തു, ദൈവമേ, ഇത്രയും വില കൊടുത്തു, 320 രൂപയാണ്. ഞാൻ ഒരു ചെറിയ, അതായത് ഒരു വാടകയ്ക്ക് താമസിക്കുന്ന, സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കമുള്ള ഒരു സമയത്ത് ഒരു 320 രൂപ കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഫേസിൽ വന്ന മാറ്റം എനിക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ എന്നെ വല്ലാണ്ട് പ്രേരിപ്പിച്ചു. ഒരു കൂട്ടുകാരൻ 10-23 കിലോമീറ്റർ ദൂരത്ത് നിന്ന് വന്നതുകൊണ്ട് ഞാൻ ബാപ്പയോടും പെങ്ങന്മാരോടും ഒക്കെ കാശ് വാങ്ങിച്ചിട്ട് ഞാൻ 320 രൂപ അദ്ദേഹത്തിന് കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ ആ ബോക്സിലേക്ക് നോക്കിയത്. അത് ഗാനോഡർമ എന്ന് പറഞ്ഞിട്ടൊരു മഷ്റൂം അതിൽ ചേർത്തിട്ടുണ്ടെന്നും അത് ധാരാളം മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ഒരു സാധനമാണെന്നൊക്കെ പറഞ്ഞു രാജീവ് സാർ. എന്തായാലും മറ്റു കാര്യങ്ങളൊന്നും കേൾക്കാതെ അദ്ദേഹത്തിന്റെ റിലേഷൻ, ആ ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ ആ കാപ്പി വാങ്ങിച്ചു. അദ്ദേഹം കൂട്ടത്തിൽ പറയുകയും ചെയ്തത് ഏതെങ്കിലും അസുഖമുള്ളവർക്ക് കൊടുത്താൽ നല്ലതാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ ബാപ്പയ്ക്ക് കടുത്ത മുട്ടുവേദന ഉണ്ടായിരുന്നു. ഞാൻ എറണാകുളത്ത് കുഞ്ഞാലൂസ് നഴ്സിംഗ് ഹോമിലാണ് അദ്ദേഹത്തെ കാണിക്കാൻ ആശുപത്രി കൊണ്ടുവരുന്നത്. ധാരാളം മെഡിസിൻ കഴിക്കണതുകൊണ്ടും ആ മെഡിസിൻ്റെയോടുള്ള അദ്ദേഹത്തിന് അതിന് കൃത്യമായിട്ട് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടൊക്കെ വലിയ വ്യത്യാസമൊന്നും കാണാത്തതുകൊണ്ടൊക്കെ അദ്ദേഹത്തിന് അതിനോട് ദേഷ്യമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തുന്ന ഈ കോഫി എൻ്റെ ബാപ്പയ്ക്ക് കൊടുക്കാം. ഞാൻ എൻ്റെ ബാപ്പയ്ക്ക് ഈ കോഫി കൊടുക്കാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ഒരു 10-20 ദിവസം 25 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബാപ്പ വളരെ വ്യത്യാസം, കാലിന് നല്ല ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു. ആ കാപ്പി തീരാറായി, ഒരു ബോക്സും കൂടി മേടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കോഫി രണ്ടാമത് രാജീവ് സാറിനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ബാപ്പയുടെ കൂട്ടുകാരനും ഒരു കോഫി വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് രാജീവ് സാറിന്റെ നിർബന്ധത്തിൽ ഈ ഒരു മഹാപ്രസ്ഥാനത്തിലേക്ക്, സാധാരണ ഒരു ബിസിനസ്സിലേക്ക് ഒരാള് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ ഒരു രാജീവിന്റെ നിർബന്ധവും പിന്നെ ഇതൊക്കെ കൂടി വെച്ചിട്ട് ഞാൻ ജോയിൻ ചെയ്തു. ഇന്ന് 20 വർഷം പിന്നിടുമ്പോൾ അന്ന് അദ്ദേഹം ചെയ്ത മഹത്തായ കാര്യത്തിന് ഞാനും എൻ്റെ കുടുംബവും എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ ഇന്നൊരാളെ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഭാവിയിൽ അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ച് നിങ്ങൾക്കും കാണാൻ പറ്റിയാൽ മാത്രമേ രാജീവ് സാർ അന്നെ നിർബന്ധിച്ച പോലെ നിങ്ങൾക്ക് നിർബന്ധിക്കാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മൾ ഇന്നൊരു വല്ലാത്ത ഒരു സിറ്റുവേഷനിലാണുള്ളത്. ലോകം മുഴുവൻ ലോക്ക്ഡൗണിലാണ്. ഓരോ രാജ്യവും, ഓരോ ടൗണുകളും, ഓരോ വില്ലേജുകളും, ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങളും ഇന്ന് ലോക്ക്ഡൗണിലാണ്. നമുക്കറിയാം, കേരളത്തിൽ ധാരാളം കൊച്ചു കൊച്ചു സ്ഥലങ്ങൾ, കൊച്ചു കൊച്ചു പഞ്ചായത്തുകളൊക്കെ ഇന്ന് ലോക്ക്ഡൗണിലാണ്. ഈ തരുണത്തിൽ, ഈ ഒരു അവസരത്തിൽ, ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ ഇതെങ്ങനെയാണ് ഈ ഒരു പ്രസ്ഥാനം നമുക്ക് എങ്ങനെ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റും, അതാണ് എൻ്റെ പ്രസന്റേഷൻ. സോ നമുക്കറിയാം, നമ്മുടെ കമ്പനിയുടെ പേര് DXN എന്നാണ്. 1993 ഡിസംബർ മാസം 11 ബഹുമാനപ്പെട്ട ഡോക്ടർ ലിംസിയോജിനാണ് ഈ കമ്പനി സ്ഥാപിക്കുന്നത്.
നമുക്കറിയാം അദ്ദേഹത്തിന്റെ ചെറിയൊരു ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് വളരെ വളരെ വലിയ രീതിയിൽ വേൾഡ് വൈഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ലിം സിയോജിൻ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊഫൈൽ ഒന്ന് നോക്കാം. നമ്മുടെ കമ്പനിക്ക് കുറെ പ്രത്യേകതകളുണ്ട്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിട്ട് ഡോക്ടർ ലിം സിയോജിൻ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ലിം സിയോജിൻ റിസർച്ച് ചെയ്ത ഗാനോഡെർമ. എന്താണ് ഈ ഗാനോഡെർമ? ഏകദേശം 4200 കമ്പനി ലോകത്ത് ഗാനോഡെർമ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 4200 കമ്പനി. അതിൽ ഏറ്റവും കൂടുതൽ ഗാനോഡെർമ ലിങ്സി എന്ന് ചൈനക്കാർ വിളിക്കുന്ന ചൈനയാണ് ഗാനോഡെർമ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. 2015 റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഏതാണ്ട് 6000 മെട്രിക് ടൺ ഗാനോഡെർമ ചൈന മാത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ലിങ്ഷി എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. ലിങ്ഷി എന്ന വാക്കിന്റെ അർത്ഥം മരണമില്ലാത്തത് അല്ലെങ്കിൽ ഇമ്മോർട്ടാലിറ്റി എന്നാണ്. സോ ഇവിടെ നമുക്ക് നോക്കാം, നമ്മുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത, ഇന്ന് ഈ 4200 കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഗാനോഡെർമ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയായി DXN 93 തുടങ്ങുമ്പോൾ ഒരു ചെറിയ മുറിയിൽ തുടങ്ങിയ കമ്പനി ഇന്ന് വളരെ വലിയ രീതിയിൽ ഒരു വലിയ വടവൃക്ഷം കണക്കെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. നമ്മുടെ കമ്പനിയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരാളെന്ന നിലയ്ക്ക് നോക്കേണ്ടതാണ്. ഒന്നാമത്തെ ഒരു പ്രത്യേകത വൺ ടോട്ടൽ കമ്പനിയാണ്. എന്താണ് ഈ വൺ ടോട്ടൽ കമ്പനി? അതായത് ലോകത്ത് എത്രമാത്രം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഞാൻ ഓർക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട രാഹുൽ സാറ് സുഡാനിലെ കമ്പനി ഹെഡ് ആയിരിക്കുമ്പോൾ, കൺട്രി ഹെഡ് ആയിരിക്കുമ്പോൾ, അവിടെ ധാരാളം സാമ്പത്തിക റിസഷൻ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് പൈസ കൊടുക്കാതിരുന്നിട്ട് പോലും ലോഡ് കണക്കിന് പ്രൊഡക്റ്റ് ആ കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്ത ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഗാനോഡെർമ ഉൾപ്പെടുന്ന എല്ലാ പ്രൊഡക്ട്സും ദ എൻറ്റയർ പ്രോസസ് ഓഫ് കൾട്ടിവേഷൻ, പ്രോസസിങ് ആൻഡ് മാർക്കറ്റിംഗ് സോൾലി ഡൺ ബൈ ദ കമ്പനി. ഇവിടെ നോക്കിയാൽ മതി, നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ പല കാര്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ മലേഷ്യ പല കാര്യത്തിലും മുൻപിലാണ്. ഒന്നാമത്തത് റബ്ബർ, രണ്ടാമത്തത് ടിന്ന്, മൂന്നാമത്തത് പാം ഓയിൽ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ധാരാളം തമിഴ് ആൾക്കാർ മലേഷ്യയിൽ പോയിട്ടുണ്ട്. റബ്ബർ പ്ലാന്റേഷന് വേണ്ടിയിട്ടാണ്, ഓയിൽ പ്ലാന്റേഷന് വേണ്ടി. അതുകൊണ്ട് തന്നെ മലേഷ്യയുടെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് തമിഴാണ്. അവിടെ തമിഴ് എല്ലാവർക്കും സംസാരിക്കാനും മനസ്സിലാവുകയും ചെയ്യും. അത് നമ്മൾ ആദ്യകാലത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോയതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രധാനപ്പെട്ട ഗാനോഡെർമ ഉൽപാദനത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അറക്കപ്പൊടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, റബ്ബറിന്റെ ഉൽപാദനത്തിൽ നമ്പർ 1 കൺട്രിയായ മലേഷ്യയിൽ അറക്കപ്പൊടിക്ക് ഒരു ക്ഷാമവും ഇല്ല. 60ഓളം ഏക്കർ ഫാമിൽ, 1 ഏക്കറിൽ തുടങ്ങിയ കമ്പനി 60ഓളം ഏക്കർ ഫാമിൽ 3 മാസം കൂടുമ്പോൾ, 90 ദിവസം കൂടുമ്പോൾ ഗാനോഡെർമ ഉൽപ്പാദിപ്പിക്കുന്നു. ഞാൻ നേരത്തെ അതിൽ എഴുതിയ പോലെ കൾട്ടിവേഷൻ നമ്മൾ തന്നെയാണ്, അത് പ്രോസസ് ചെയ്യുന്നതും അത് മാർക്കറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിന് ഏതെങ്കിലും തരത്തിലുള്ള കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ ഒരിക്കലും നമ്മുടെ കമ്പനി സംബന്ധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതൊന്നും കൂടി നിങ്ങൾ ഓർക്കുക, നമ്മുടെ കമ്പനിയിലാണ് അതിന്റെ പ്രൊഡക്ഷൻ, കൾട്ടിവേഷൻ, പ്രോസസിങ്, മാർക്കറ്റിംഗ്, പാക്കിംഗ് എല്ലാം അണ്ടർ വൺ റൂഫ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കമ്പനിയെ വിളിക്കുന്നത് വൺ ടോട്ടൽ കമ്പനി എന്നാണ്. നിങ്ങൾ നോക്കിയാൽ വേറെ ഒരു കമ്പനിക്കും ഇതുപോലത്തെ ഒരു അവകാശം ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത വൺ വേൾഡ് വൺ മാർക്കറ്റ്. ഈ ഒരു കൺസെപ്റ്റ് എടുത്തു പറയണം. ഈ ഒരു കൺസെപ്റ്റ് ഇന്ന് ലോകത്ത് പ്രാബല്യത്തിൽ വരുത്തിയിട്ടുള്ള ഒരേ ഒരു മൾട്ടി ലെവൽ ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനിയാണ് DXN. ഇത്തരത്തിൽ, അതായത് ഒരു മെമ്പർ, ഒരാൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ, ഒരു കൺട്രിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ, ആ നമ്പർ മുഖാന്തിരം ലോകത്ത് ഏത് രാജ്യത്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് ബിസിനസ് ചെയ്യാൻ പറ്റും. അതൊരു വല്ലാത്ത കാഴ്ചപ്പാടാണ്. ഡോക്ടർ ലിം സിയോജിന്റെ ആ കാഴ്ചപ്പാട് 2020 20 കൺട്രിയിൽ എത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ 2019-20 ആയപ്പോ തന്നെ ലോകം മുഴുവൻ കീഴ്പ്പെടുത്തി എന്നുള്ളത് അദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകതയാണ്, അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകതയാണ്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെ പ്രത്യേകതയാണ്. നമുക്ക് നോക്കാം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ അധികായകന്മാർ ധാരാളമുണ്ട് മുൻപിൽ. പ്രത്യേകിച്ച് ആംവേ പോലെയുള്ള വലിയ വലിയ കമ്പനികൾ നമ്മുടെ മുമ്പിലുണ്ട്. 1950കളിൽ സ്റ്റാർട്ട് ചെയ്ത ആംവേ ഇന്ന് 100 രാജ്യത്ത് സ്പ്രെഡ് ചെയ്യുമ്പോൾ, ഒരു കൊച്ചു കമ്പനി ഒരു കൊച്ചു പ്രൊഡക്റ്റുമായിട്ട് 93 തുടങ്ങിയപ്പോ അന്നത് ലോകം മുഴുവൻ 180+ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു എന്നുള്ളത്, ആ പ്രൊഡക്റ്റ് ഈ ലോകത്തുള്ള മുഴുവൻ ഗവൺമെന്റും, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും, ഈ ലോകത്തുള്ള സർവ്വമാന ആൾക്കാർക്കും ഉപയോഗിക്കാനാകും എന്നുള്ളതിന്റെ ഒരു പ്രത്യേകത കൊണ്ട് മാത്രമാണ് അത് ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ലിം സിയോജിന്റെ മറ്റൊരു പോളിസിയാണ് വൺ മൈൻഡ്. എന്താണ് ഈ വൺ മൈൻഡ്? ഒരേ ചിന്ത,
ഇപ്പൊ ശൂന്യയിലൂടെ അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ സന്തോഷവും സമാധാനവും മറ്റുള്ളതൊക്കെ കിട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ട്. നമ്മുടെ ശൂന്യശ്രീകളൊക്കെ ധാരാളം പേര് ചിലപ്പോൾ ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ടാവും. എന്താണ് ഈ വൺ മൈൻഡ്? ദ കമ്പനി ആൻഡ് ദ ഡിസ്ട്രിബ്യൂട്ടർ ഹാവ് സിംഗിൾ മൈൻഡ്. കമ്പനിയുടെ ലക്ഷ്യവും ഈ ഡിസ്ട്രിബ്യൂട്ടറുടെ ലക്ഷ്യവും ഒന്ന് തന്നെയാണ്. നത്തിങ് ബട്ട് പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആൻഡ് വെൽനെസ് ടു ദ വേൾഡ്. ലോകത്ത് ആരോഗ്യവും സമ്പാദ്യവും സന്തോഷവും നൽകുക എന്നുള്ളതാണ് കമ്പനിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്ലാൻ. സോ ആ കാര്യം അദ്ദേഹം ഈ കമ്പനി തുടങ്ങുമ്പോൾ തന്നെ, അതായത് വൺ ടോട്ടൽ കമ്പനി, വൺ വേൾഡ്, വൺ മാർക്കറ്റ്, വൺ മൈൻഡ് കൺസെപ്റ്റ് അദ്ദേഹം പ്രാബല്യത്തിൽ വരുത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. നോക്കാം, ഡോക്ടർ ലിംസിയോജിൻ, ദ ഫൗണ്ടർ. ഏതൊരു വ്യക്തിക്കും അഭിമാനത്തോടുകൂടി ഡോക്ടർ ലിമ്മിനെ പരിചയപ്പെടുത്താൻ പറ്റും. 1997 മഹത്തായ കഥകളുടെ നാടായ ഇന്ത്യയിൽ നിന്ന് അദ്ദേഹത്തിന് ഇന്ത്യൻ ബോർഡ് ഓഫ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ നിന്ന് PhD കിട്ടി. അദ്ദേഹത്തിന് BKM അവാർഡ് ഫ്രം സുൽത്താൻ ഓഫ് കെദ. കെദ എന്ന് പറയുന്ന മലേഷ്യയിലെ ഒരു പ്രൊവിൻസിൽ നിന്ന് അദ്ദേഹത്തിന് സുൽത്താൻ ഓഫ് ദ കെദ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് BKM അവാർഡ് കിട്ടി. അദ്ദേഹത്തിന് മറ്റൊരു അവാർഡ് ടോപ്പ് 10 ഔട്ട്സ്റ്റാൻഡിംഗ് ചൈനീസ് യൂത്ത് അവാർഡ് കിട്ടി. 2002 ഇന്ത്യൻ ബോർഡ് ഓഫ് ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തു. മില്ലേനിയം അവാർഡ്, ആൽബർട്ട് സോഴ്സിൻ അവാർഡ്, DSM അവാർഡ്, ഫിസിഷ്യൻ ഓഫ് ദ മില്ലേനിയം, അതിൽ എടുത്തു പറയാവുന്ന വളരെ പ്രധാനപ്പെട്ട അവാർഡാണ് കാനഡയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഫിസിഷ്യൻ ഓഫ് ദ മില്ലേനിയം അവാർഡ്. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്പോയിന്റ്മെന്റ് ആസ് എ സീനിയർ വിസിറ്റിംഗ് പ്രൊഫസർ നാച്ചുറൽ ഹീലിംഗ് ആൻഡ് ഗൈനോതെറാപ്പി ബൈ ദ ഓപ്പൺ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ആൾട്ടർനേറ്റീവ് മെഡിസിൻ. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫെലോഷിപ്പ് ഫോർ വേൾഡ് ഹെൽത്ത് എൻവയോൺമെന്റ് ആൻഡ് പീസ് ഫൗണ്ടേഷൻ അവാർഡ്. അതുപോലെ അവാർഡ് ഓഫ് ദ ഓണറീസ് കോഴ്സ് ഡിഗ്രി ഓഫ് അക്കാഡമിക് ഫെലോ വിത്ത് റാങ്ക് ഓഫ് പ്രൊഫസർ അദ്ദേഹത്തിന് ഫ്രാൻസിൽ നിന്ന് കിട്ടിയ ഒരു അവാർഡാണ്. ഏറ്റവും ലേറ്റസ്റ്റ് അദ്ദേഹത്തിന് കിട്ടിയത് മെഡൽ ഓഫ് ബ്രാൻഡ് സയന്റിസ്റ്റ് അവാർഡ് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ യൂസഫ് റാസ ഗിലാനി അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഡയറക്ടറുടെ സ്പെഷ്യാലിറ്റി എടുത്തു പറയേണ്ടതാണ്. മറ്റേതൊരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം റിസർച്ചിലും അത്രമാത്രം വിനയാദ്യൂനമായിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ലിംസിയോജിൻ. ഹംബിൾ നേച്ചർ, ഡൗൺ ടു എർത്ത് നേച്ചർ ഉള്ള, വളരെ ബ്രോഡ്കാസ്റ്റിംഗ്, വളരെ ഫോർകാസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആളായിരുന്നു ഡോക്ടർ ലിംസിയോജിൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ കയ്യടി കേൾക്കുന്നുണ്ട്. ഡോക്ടർ ലിംസിയോജിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിൽ, ഇത്തരത്തിലുള്ള ഒരു സയന്റിസ്റ്റിന്റെ കീഴിൽ, ഇത്തരത്തിലുള്ള ഒരു ലെജൻഡറിയുടെ കീഴിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഭാഗ്യം ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. നോക്കാം, നമ്മുടെ കമ്പനിയുടെ, അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിന്, ഒരു കമ്പനിയുടെ ഡയറക്ടർ എന്ന നിലയ്ക്ക് ഡോക്ടർ ലിംസിയോജിൻ അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് ഏറ്റവും നല്ലതാണെന്ന് പറയും. പക്ഷേ നമുക്ക് നോക്കാം, ഒരുപാട് അന്താരാഷ്ട്ര അവാർഡുകൾ നമ്മുടെ പ്രൊഡക്റ്റിന് കിട്ടിയിട്ടുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട്, പുതിയതായി ഈ പ്രോഗ്രാം കേൾക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട്, ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റിനെ എങ്ങനെയാണ് വിശ്വസിക്കുക? ഏതെല്ലാം മാനദണ്ഡങ്ങളാണ് അദ്ദേഹം കൈക്കൊള്ളുക? ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഡോക്ടർ ലിംസിയോജിൻ കൊണ്ടുവന്ന അദ്ദേഹത്തിന് ഖരഗ്പൂർ IIT എഞ്ചിനീയറിംഗ് ബിരുദം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള എഞ്ചിനീയറിംഗ് കേപ്പബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള, ഏറ്റവും ഭംഗിയായി സമൂഹത്തോട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, സമൂഹത്തിൽ ഓരോ വ്യക്തിക്കും ഉപയോഗിക്കാവുന്ന തരത്തിൽ ആണ് അദ്ദേഹം ആ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുത്തത്. അതിന് വേൾഡിലുള്ള പല ഓർഗനൈസേഷൻസും അദ്ദേഹത്തിന് അവാർഡുകൾ കൊടുത്തു. അതിൽ ഒരുപാട് അവാർഡ് ഇതിലുണ്ട്. നെറ്റിൽ പോയാൽ DXന് കിട്ടിയിട്ടുള്ള അവാർഡ് 100 കണക്കിനാണ്. ഞാൻ അതിൽ ചിലതൊന്ന് എടുത്തു പറയാം. പ്രത്യേകിച്ച് നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. നിങ്ങൾക്കറിയാം, ഓസ്ട്രേലിയയുടെ പോപ്പുലേഷൻ ഏകദേശം 2.5 കോടിയാണ്. 2.25 കോടിയാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്ന ഓരോ വർഷവും ഓരോ ഓസ്ട്രേലിയ എന്നാണ്. ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഓരോ വർഷവും ഒരു മലേഷ്യ അല്ലെങ്കിൽ ഒരു ഓസ്ട്രേലിയയെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ ഒരുപാട് അവാർഡ് വാങ്ങിക്കുന്ന ഓസ്ട്രേലിയൻ FDA, ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കൺട്രി. നമ്മുടെ കമ്പനി ഓസ്ട്രേലിയയിൽ എൻട്രി ആയെന്ന് മാത്രമല്ല, ഓസ്ട്രേലിയ ഗവൺമെന്റ് നമ്മുടെ കമ്പനിക്ക് കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് ആണ് ഞാനിപ്പോ കാണിച്ചിട്ടുള്ളത്. സർട്ടിഫിക്കറ്റ് ഓഫ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി, അഥവാ TGA, തെറാപ്യൂട്ടിക് ഗുഡ്സ് അഡ്മിനിസ്ട്രേഷൻ. എനിക്കറിയാൻ കഴിഞ്ഞത്
ഓസ്ട്രേലിയയുടെ FDA കെയർ ഓഫിൽ ഈ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ, അതായത് അതിന്റെ അവിടെയുള്ള കമ്പനി പ്രൊഡക്ഷൻ നടക്കുന്ന, പ്രോസസ് നടക്കുന്ന, കൾട്ടിവേഷൻ നടക്കുന്ന സ്ഥലത്ത് അവിടെയുള്ള ബാത്റൂം ഉൾപ്പെടെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആയാൽ ശേഷം മാത്രമേ ഈ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കത്തുള്ളൂ. സോ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും, ഇന്ത്യയിൽ TGS സർട്ടിഫിക്കേഷൻ ഉള്ള 1-2 കമ്പനികളിൽ ഒരെണ്ണം DXN ആണ്. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടി ആരോട് വേണമെങ്കിലും നമുക്ക് ഈ പ്രൊഡക്റ്റ് പറയാം. അടുത്തതാണ് ISO 17025 ഫോർ ഇറ്റ്സ് ടെക്നിക്കൽ കോമ്പിറ്റൻസ്, ഡിഫൈൻ സ്കോപ്പ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് എ ലബോറട്ടറി ക്വാളിറ്റി ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം. ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ISO 17025 ഞാൻ ഒരിക്കൽ ഡോക്ടർ ലിമ്മിന്റെ പ്രസന്റേഷൻ കേട്ടപ്പോ വേൾഡിൽ പല കൺട്രിയും നമ്മുടെ പ്രോഡക്റ്റിനെ കണ്ണും പൂട്ടി സ്വീകരിക്കാനുള്ള കാരണം ഈ ഒരു സർട്ടിഫിക്കേഷൻ ആണ്. ഇനിയും സർട്ടിഫിക്കറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അടുത്തൊരു സർട്ടിഫിക്കറ്റ് ആണ് ISO 9002. അതായത് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് അന്തരീക്ഷം ഉൾപ്പെടെ, നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലവും അതിന്റെ അന്തരീക്ഷവും അതെല്ലാം വളരെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയതിന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ISO 9002. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു 100 കണക്കിന് സർട്ടിഫിക്കറ്റ്സ് ഉള്ള, 100 കണക്കിന് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും മാനദണ്ഡങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് പാലിക്കുന്ന ഈ കമ്പനി 93 തുടങ്ങിയത് കൊണ്ട് മാത്രം ഇന്ന് ലോകത്ത് ഓരോ രാജ്യത്തും ഓരോ കൺട്രിയിലും പെനട്രേറ്റ് ചെയ്യുമ്പോൾ വേൾഡ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ കണക്കനുസരിച്ച്, ഡയറക്ട് സെല്ലിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ DNS, ഡയറക്ട് സെല്ലിംഗ് ന്യൂസ് എന്ന ഒരു കണക്കനുസരിച്ചിട്ട് 10,000 കണക്കിന് കമ്പനികൾ മലേഷ്യയിലും സിംഗപ്പൂരും, 44 ലക്ഷം ജനമുള്ള സിംഗപ്പൂര് 100 കണക്കിന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഉള്ളപ്പോ 2.5-3 കോടിക്കടുത്ത് ജനമുള്ള മലേഷ്യയിൽ 10,000 കണക്കിന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ഉള്ളപ്പോ, അമേരിക്കയിൽ 10,000 കണക്കിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഉള്ളപ്പോൾ, ഫ്രാൻസിലും ജർമ്മനിയിലും ഇറ്റലിയിലും ഇന്തോനേഷ്യയിലും 100 കണക്കിന്, ഇന്ത്യയിലും ഒക്കെ 100 കണക്കിന് കമ്പനികൾ ഉള്ളപ്പോ ഡയറക്ട് സെല്ലിംഗ് ന്യൂസ് അത് നമ്മുടെ കമ്പനിക്ക് തന്നത്, നമ്മുടെ കമ്പനിയുടെ വളർച്ചാ സ്റ്റേജ് നിങ്ങൾക്കൊന്ന് കാണാം. 2009 വേൾഡ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ കണക്കനുസരിച്ച് ഡയറക്ട് സെല്ലിംഗ് ന്യൂസ് പ്രസിദ്ധീകരിച്ചു. നമ്മൾ 40-ാം സ്ഥാനത്താണ് 10,000 കണക്കിന് കമ്പനികൾ. 2011 ആയപ്പോൾ നമ്മൾ 28-ാം സ്ഥാനത്തേക്ക് മാറി. 2014 ആയപ്പോൾ നമ്മൾ 25-ലായി. 2015 ആയപ്പോൾ നമ്മൾ 24-ലായി. 2016-ലും 17-ലും 24-ലും 22 സ്ഥാനത്തെത്തിയപ്പോ 2018-ൽ DXN എന്ന് പറയുന്ന മഹാകമ്പനി, വലിയ കമ്പനി, ടോപ്പ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ 15-ാം സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതും, കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട നമ്മുടെ കമ്പനി ഡയറക്ടർ ഡോക്ടർ ലിംസിയോജിനോടൊപ്പം നടന്ന ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ അമേരിക്കൻ കൺട്രി ഹെഡ് പ്രജിത് പവിത്രൻ സാർ ചോദിച്ചു ഒരു ചോദ്യം, അടുത്ത 5 വർഷത്തേക്ക് കമ്പനിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചപ്പോ, എനിക്ക് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ, അതായത് നമ്മൾ വീട്ടിൽ അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ പോലും ഇന്റർനെറ്റിലൂടെ ഈ പ്രൊഡക്ഷൻ, പ്രൊമോഷൻ, മാർക്കറ്റിംഗ്, ഓൺലൈൻ ഒക്കെ നടക്കുമ്പോൾ ഡോക്ടർ ലിംസിയോജിൻ പറഞ്ഞു, അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ നമ്മൾ ആദ്യത്തെ 3 ലിസ്റ്റിൽ 3 സ്ഥാനത്തിൽ ഏതെങ്കിലും ഒന്നിലേക്ക് എത്തിപ്പെടും. ഒരുപക്ഷെ അത് ഒന്നായിക്കൂടാ എന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു പ്രോഡക്റ്റ് മഹത്തായതാണ്, ഈ കമ്പനി വളരെ മഹത്തായതാണ്. നോക്കാം, ഗാനോഡർമ. ഇന്ന് നമ്മൾ സാധാരണ ചില ആൾക്കാരോട് ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടനെ അവർ പറയുന്നത്, അയ്യോ ഞാനിത് ഇപ്പോഴാണല്ലോ കേൾക്കുന്നത്, ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കേൾക്കാത്തതും കാണാത്തതുമായിട്ട് പലതും ലോകത്തുണ്ട്. ഒരു ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ കൺവിൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോ ഞാൻ കാണിക്കുന്ന ഇതിന്റെ ഫോട്ടോ എടുത്തു വെക്കണം. www.rishi.com. ഞാനിപ്പോ കാണിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെയുള്ള റിസർച്ച് സൈറ്റുകളിൽ koyotan.com പോലെയുള്ള, അല്ലെങ്കിൽ ഗൂഗിളോ യൂട്യൂബിലോ പോയിട്ട് സെർച്ച് ചെയ്യണം. കിങ് ഓഫ് ഹെർബ്, ഏതാണ്ട് 65,000 ഹെർബുകളാണ്, മൂലികകളാണ് ഭൂമിയിലുള്ളത്. അതിൽ രാജാവാണ് ഗാനോഡർമ, ദ കിങ് ഓഫ് ഹെർബ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇമേജിൽ പോയാൽ തന്നെ ആയിരക്കണക്കിന് ഗാനോഡർമയുടെ പടം അല്ലെങ്കിൽ ചിത്രം നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം ഈ പ്രൊഡക്റ്റ്, അതായത് ഒരുപാട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ ഒരുപാട് ക്വാളിറ്റി പ്രൊഡക്ട്സ് വേൾഡ് വൈഡ് ആയിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇഷ്ടംപോലെ കമ്പനികൾ വേൾഡ്, ഇപ്പം നമ്മളിപ്പോ 15-ാം സ്ഥാനത്താണല്ലോ. 14-ഉം 13-ഉം 12-ലും ഒക്കെ നിൽക്കുന്ന ഒത്തിരി കമ്പനികളുണ്ട്. എന്തുകൊണ്ടാണ് ഓരോരുത്തരെയും നമ്മൾ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് വേറൊന്നുമല്ല, വി ആർ ഡീലിംഗ് ദ നമ്പർ 1 ഹെർബ് ഇൻ ദ വേൾഡ്, ദ കിങ് ഓഫ് ഹെർബ്. അതിന്റെ ഡീറ്റെയിലും അതിന്റെ മറ്റു വശങ്ങളും ഗാനോതെറാപ്പി അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ ആ പ്രൊഡക്റ്റിന്റെ മഹത്തായ പ്രത്യേകതകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തൊരു പ്രൊഡക്റ്റാണ് സ്പൈറുലിന. അതിനു മുമ്പ് ഈ വനിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഗസിനില് ഗാനോഡർമയെ കുറിച്ചിട്ട് വന്ന ഒരു റിപ്പോർട്ടാണ് ഇത്. വനിത, അർബുദം തടയാൻ കൂൺ.
നമുക്കറിയാം ഈ റിപ്പോർട്ട് വനിത എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന, സ്ത്രീകൾ വായിക്കപ്പെടുന്ന, കൂടുതൽ പുരുഷന്മാരാണ് വായിക്കുന്നത് എന്നുള്ള സത്യം മറക്കുന്നില്ല. എന്നാലും ഈ വനിതയിൽ വന്ന റിപ്പോർട്ട് ഇതാണ്: അർബുദം തടയാൻ കൂൺ അർബുദം തടയുമെന്ന് തൃശ്ശൂരിലെ അമല ക്യാൻസർ റിസർച്ച് സെന്റർ നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നു എന്നാണ് അതിന്റെ റിപ്പോർട്ട്. പ്രിയപ്പെട്ടവരാർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയണമെങ്കിൽ ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്ത ഈ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽ നിങ്ങൾ നെറ്റിൽ പോയിട്ട് ഗൂഗിളിലോ യൂട്യൂബിലോ പോയിട്ട് DD4 ആ പ്രോഗ്രാം വന്നത്. മഷ്റൂം മലയാളം ഡോക്ടർ ജനാർദ്ദനൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേരടിച്ചു കഴിഞ്ഞാൽ ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്ത പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഏതാണ്ട് 7 മിനിറ്റോളം നീളുന്ന ആ പ്രോഗ്രാമില് ബഹുമാനപ്പെട്ട അമല ക്യാൻസർ റിസർച്ച് സെന്ററിലെ റിസർച്ചർ ഡോക്ടർ KK ജനാർദ്ദനൻ പറയുന്ന വാക്ക് വളരെ പ്രസ്താവന, വളരെ ഈ അവസ്ഥയിൽ വളരെ വലിയ വാല്യൂ നൽകുന്ന ഒരു കാര്യമാണ്. ഗാനോഡർമയ്ക്കകത്ത് പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. പോളിസാക്കറൈഡ് അതാണ് ക്യാൻസറിന്റെ എതിരായിട്ട് ആക്ട് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ വേറെ പല കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. അത് ആന്റി വൈറലായിട്ട്, ഡയബറ്റിക്കിനെതിരായിട്ട്, ഹാർട്ട് ഡിസീസിനെതിരായിട്ട്, ആർത്രൈറ്റിസിന്, നീര് വരുന്നതിന് എന്ന് വേണ്ട പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥങ്ങൾക്ക് നല്ലതാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടത്. സോ ഡോക്ടർ ജനാർദ്ദനന് ഈ ഒരു കണ്ടുപിടുത്തത്തില് കേരളത്തിലെ മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് കാണാൻ വേണ്ടി ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞ സാധനം ഗാനോഡർമയുടെ അകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് അത് ക്യാൻസർ സെല്ല് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി 97.7% എലികളിൽ കൂടെ നടത്തിയ പരീക്ഷണത്തിൽ അദ്ദേഹം പറയുകയും അത് കേരളം മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിൽ എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഒത്തിരി ഡോക്ടേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. വനിതയിൽ വന്നതുപോലെ തന്നെ 100 കണക്കിന് മാഗസിനുകളിൽ വന്നിട്ടുണ്ട്. അടുത്തൊരു നോക്കാം. ഇത് 2002 ഒക്ടോബർ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നൊരു വാർത്തയാണ്, ട്യൂസ്ഡേ ഒക്ടോബറിൽ. ഇതിലൊരു ഭാഗം പറയുന്നത് ഗാനോഡർമ ക്യൂവേഴ്സ് ഓൾ ഡിസീസ് എന്നാണ് പറയുന്നത്. ആക്ച്വലി ഈ ഒരു വാദം തെറ്റാണെന്ന് വേണം എനിക്ക് പറയാൻ. ഗാനോഡർമ ഡസ് നോട്ട് ക്യൂർ എനി ഡിസീസ്. ഒരു രോഗവും ഗാനോഡർമ മാറ്റില്ല. ഡോക്ടർ ലിമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗാനോഡർമ ഹെൽപ്സ് ടു ഇൻക്രീസ് അവർ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ ഗാനോഡർമ സഹായിക്കും. നമ്മുടെ പ്രതിരോധ ശേഷി കൂടിയാൽ നമ്മുടെ പ്രതിരോധ ശേഷിക്ക് അറിയാം ഏത് രോഗം മാറ്റണമെന്ന്. ഞാൻ ഈ ഗാനോഡർമ ക്യൂവേഴ്സ് ഓൾ ഡിസീസിൽ എന്റെ ഹൃദയത്തിൽ കൊണ്ട ഒരു ഭാഗം ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാം. ഗാനോഡർമ നോക്കിക്കോ. ഡോക്ടർ ഫുക്കിമി മോർഷിഗെ MD PhD കറന്റ്ലി ഇൻവോൾവ് ദ റിസർച്ച് ഓഫ് ഗാനോഡർമാസ് റോൾ ഇൻ ക്യാൻസർ കൺട്രോൾ. അതായത് ഡോക്ടർ ഫുക്കിമി മോർഷിഗെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാപ്പനീസ് ഡോക്ടർ, നിങ്ങൾ ആ പ്രോഗ്രാം അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഗവൺമെന്റ് ഓഫ് ജപ്പാൻ, ദ ജപ്പാനീസ് അതോറിറ്റി എംപ്ലോയ് ദിസ് പേഴ്സണാലിറ്റി. ഈ ഒരു വ്യക്തിയെ അങ്ങ് അമേരിക്കയിലെ ലിനസ് പോളിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പറഞ്ഞയച്ചു ഗാനോഡർമയും മനുഷ്യ ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കാനും. അദ്ദേഹം പറയുന്ന ഒരു ഭാഗം ഞാൻ ഹൈലൈറ്റ് ചെയ്ത ബെസ്റ്റ് മെത്തേഡ് ടു അതിൽ പറയുന്നു. ബട്ട് ഹിയർ അഗെയിൻ സി ഇറ്റ് ഈസ് ബെറ്റർ ടു എംപ്ലോയ് പ്രിവെന്റീവ് മെഷർ ഇൻ ദ കേസ് ഓഫ് ക്യാൻസർ. നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന ഒന്നാമത്തെ കാരണം ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ 2ാമത്തെ കാരണം ക്യാൻസർ ആണ്. അപ്പൊ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരു കുടുംബത്തിന്റെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ കുടുംബത്തിലുള്ള ആ വ്യക്തി 100 കണക്കിന് 1000 കണക്കിന് രൂപ ചെലവാക്കുകയും ഒരു നിശ്ചിത നാൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ എത്തുകയും ആ കുടുംബത്തിൽ നിന്ന് അദ്ദേഹം പോവുകയും ചെയ്യാറുണ്ട്. നമുക്കറിയാം ചുറ്റുവട്ടത്തൊക്കെ ഇന്ന് ക്യാൻസർ കൂടുവരികയാണ്. ഇന്ന് നോക്കിയാൽ മതി, ലിനസ് പോളിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ചർ ആയിരുന്ന ഡോക്ടർ ഫുക്കിമി മോർഷിഗെ പറയുന്നു, ഇറ്റ് ഈസ് ബെറ്റർ ടു എംപ്ലോയ് പ്രിവെന്റീവ് മെഷർ ഇൻ ദ കേസ് ഓഫ് ക്യാൻസർ. ഒരു പ്രിവെന്റീവ് മെഷർ എടുക്കാൻ നമുക്ക് എന്താണ് ഒരു വഴി? ബട്ട് ദർ ആർ നോ സെറ്റ് മെത്തേഡ്. അങ്ങനത്തെ ഒരു മെത്തേഡ് ഇപ്പൊ ഇല്ല. വൺ ക്യാൻ ഓൾവേസ് റിലേ ഓൺ ഡയറ്ററി കൺട്രോൾ. നമുക്ക് ഡയറ്ററി കൺട്രോൾ ചെയ്യാം. ബട്ട് ഹിയർ അഗെയിൻ ഇറ്റ് ഈസ് നോട്ട് പ്രിസ്ക്രൈബ്ഡ് ട്രീറ്റ്മെന്റ്. ഒരു ഡയറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ അതൊരു പ്രിസ്ക്രൈബ് ട്രീറ്റ്മെന്റ് അല്ല. The best method at present is ഗാനോഡർമ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ വാഹന വ്യൂഹത്തെ അല്ലെങ്കിൽ ലോകം ചലിക്കണമെങ്കിൽ ജപ്പാന്റെ ടെക്നോളജിയാണ്. നമുക്കറിയാം ഹോണ്ടയും മിത്സുബിഷി പോലെയുള്ള വലിയ വലിയ വാഹനങ്ങളെല്ലാം തന്നെ ജപ്പാൻ മെയ്ഡാണ്. അതേസമയം ഇലക്ട്രോണിക്സ് മേഖല മുഴുവൻ കൈയാളുന്നത് ജപ്പാനാണ്. ബുദ്ധിരാഷ്ട്രന്മാരുടെ നാടാണ്. ആ നാടാണ് ഒരിക്കൽ ലോകത്തെ ഏറ്റവും വലിയ 1924 നടക്കുന്ന ലോക മഹായുദ്ധത്തിൽ ഹിരോഷിമ നാഗസാക്കി പോലുള്ള സ്ഥലങ്ങളിൽ ബോംബിട്ട് നശിപ്പിച്ച ആ കൊച്ചു രാജ്യം ഇന്ന് ലോക ജനതയുടെ മുമ്പിൽ, ഇപ്പൊ ഈവൻ COVID-19 കാര്യത്തിൽ പോലും നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഒരുപക്ഷെ ഇന്ന് നമ്മൾ മുഖംമൂടി വെക്കുമ്പോൾ ജപ്പാൻ അത് എത്രയോ കാലം മുമ്പേ തുടങ്ങിയെന്നറിയോ.
അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യം, അത്രയും എല്ലാ കാര്യത്തിലും മുൻപന്തിയിലുള്ള രാജ്യത്ത് ഇന്ന് ഗാനോഡർമ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ട് എങ്കിൽ റിസർച്ച് റിപ്പോർട്ടുകൾ പറയുന്നു ഗാനോഡർമ അക്സെപ്റ്റഡ് ആസ് എ ക്യാൻസർ ഡ്രഗ്. അവിടെ ഗവൺമെന്റ് ഓഫ് ജപ്പാൻ ഫെഡറൽ ലോ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ഗാനോഡർമ വളരെ വലിയൊരു പ്രൊഡക്റ്റാണ്. അതില് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എമ്പാടും ഡീറ്റെയിൽ, ഞാൻ നേരത്തെ സൈറ്റിൽ പോയാൽ അത്യാവശ്യം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് അവർക്ക് ഇത് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാനാവും. ഇനി എത്രയൊക്കെ പറഞ്ഞാലും ചില ആൾക്കാർ ഇത് ഉൾക്കൊള്ളില്ല പ്രിയപ്പെട്ടവരെ. അവരോട് നമുക്കൊന്നും പറയാനില്ല. കാലം അവർ മുന്നോട്ട് പോകുമ്പോൾ കാലം കാണിച്ചു കൊടുക്കും. നമ്മൾ 20 വർഷം മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പൊ തിരിച്ചു വരികയാണ്. നോക്കാം, അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് സ്പൈറുലിന. ഈ സ്പൈറുലിന എന്ന് പറയുന്നത് DXN കമ്പനിയുടെ മറ്റൊരു പ്രൊഡക്റ്റ് ആണ്. ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. ഭൂമിയിലെ ആദ്യത്തെ ഓക്സിജൻ പ്രൊഡ്യൂസിങ് പ്ലാന്റ് ആണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സാധനം. ഇതിവിടെ മലയാള മനോരമ 2006 റിപ്പോർട്ട് ചെയ്തതിന്റെ കോപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. സ്പൈറുലിനയുടെ കരുത്ത് ആരെയും അമ്പരപ്പെടുത്തും. ഏറ്റവും മുകളിൽ എഴുതിയിട്ടുണ്ട്, സ്പൈറുലിനയുടെ കരുത്ത് ആരെയും അമ്പരപ്പെടുത്തും. 1 കിലോ സ്പൈ 1000 കിലോ വിവിധ പച്ചക്കറികൾക്ക് തുല്യമാണ്. 10 ഗ്രാം സ്പൈയിൽ 6.6 ഗ്രാം മാംസ്യം. നിങ്ങൾ കൂട്ടി വായിക്കണം. നേരത്തെ ഡോക്ടർ ഫുക്കിമി മോർഷിഗെ പറഞ്ഞ ഒരു ഡയറ്ററി ലെവലിലേക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ ഇതൊരു സൂപ്പർ ആഹാരമാണ്. വരുന്നു സ്പൈ സൂപ്പർ ആഹാരം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം. നിങ്ങൾ നോക്കിയാൽ മതി. നാസയിലെ ശാസ്ത്രജ്ഞർ ബഹിരാകാശ സഞ്ചാരികൾക്കുള്ള അത്യുത്തമമായ ആഹാരമാണ് സ്പൈ എന്ന് കണ്ടെത്തി. നാസയിലെ ശാസ്ത്രജ്ഞർ അത്യുഗ്രൻ ഫുഡാണ് സ്പൈ എന്ന് കണ്ടെത്തി. ഇവിടെ നോക്കിയാൽ മതി. ലോകാരോഗ്യ സംഘടനയുടെ കാഴ്ചപ്പാടിൽ അത്യുഗ്രൻ സൂപ്പർ ഫുഡ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അത്യുഗ്രൻ സൂപ്പർ ഫുഡ്. അത്യുഗ്രൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് വേറൊന്നില്ല. പക്ഷെ അതിനേക്കാൾ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ പറഞ്ഞ പോലെ കഠിനമായ ഒരു സാധനത്തിന് പിന്നെയും കഠിനമാക്കാൻ കഠിനൗ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അത്യുഗ്രൻ സൂപ്പർ ഫുഡാണ്. എന്തിനു പറയുന്നു? 1 ഗ്രാം സ്പൈറുലിന 1 കിലോ പച്ചക്കറിക്ക് തുല്യമാണ്. ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കാൻ അവസരം കിട്ടിയാൽ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്ലോറോഫിലുള്ള വൈറ്റമിൻ B12 ഉൾപ്പെടുന്ന ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയിട്ടുള്ള ഈ സാധനം WHO പറയുന്നു ദ ഗ്രേറ്റസ്റ്റ് ഫുഡ് ഓൺ എർത്ത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യമായി കേൾക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ഹരിതകം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണിത്. ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ അറിയണമെങ്കിൽ ഇന്റർ ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ യൂസ് ഓഫ് മൈഗ്രേ, ഇംസാം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ഇന്റർ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ യൂസ് ഓഫ് മൈക്രോ ആൽഗെ സ്പൈറുലിന അഗൈൻസ്റ്റ് മാൽ ന്യൂട്രീഷൻ. അതില് നിങ്ങൾ കണ്ടാൽ മതി, ബറാക് ഒബാമയാണ് നിങ്ങൾ പിക്ചറിൽ ഇപ്പൊ കാണുന്നത്. അദ്ദേഹത്തിന്റെ അമ്മായി മാമ സാറ എന്നറിയപ്പെടുന്ന അവരാണ് ഇന്ന് ഒരു കൺട്രിയുടെ ഈ ഇംസാമിന്റെ അംബാസിഡറായിട്ട്, ബ്രാൻഡ് അംബാസിഡറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് വിസിറ്റ് ബറാക് ഒബാമയുടെ തൊട്ട് മുകളില് ഒരു സൈറ്റ് കൊടുത്തിട്ടുണ്ട്, വിസിറ്റ് IIMSAM. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് സയന്റിഫിക് ആയിട്ടോ ഏത് രൂപത്തിൽ അറിയാൻ താല്പര്യമുള്ള അവർക്ക് വിസിറ്റ് ചെയ്യാം. ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്നു DXN. മൂന്നാമത്തത് നോനി. നമുക്കറിയാം നോനി എന്ന് പറയുന്നത് മൊറിൻഡ സിട്രിഫോളിയ, കാക്കപ്പഴം എന്നൊക്കെ പറഞ്ഞ സാധനം കേരളത്തിന്റെ തീരങ്ങളിൽ, അതായത് ഹവായി ദ്വീപിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. നെപ്പോളിയന്റെ കാലത്ത് പട്ടാളക്കാർക്ക് ഉണ്ടാകുന്ന മുറിവുകളൊക്കെ വെച്ച് കെട്ടാൻ ഇതിന്റെ ഇലയും പൂവും കായും ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഇതിനകത്ത് സെറോണിൻ, പ്രോസറൈൻ ഉൾപ്പെടുന്ന ധാരാളം ആൽക്കലോയിഡ് ഉള്ള ഇൻഡസ്ട്രീൻ, എൻഡോക്രൈൻ ഉൾപ്പെടുന്ന കാര്യങ്ങൾക്ക്, അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് അവരുടെ ഹോർമോൺ റെഗുലേഷൻ ഇന്ന് നമുക്കറിയാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്ത്രീകൾക്ക് ഇന്ന് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ്. അപ്പൊ നാച്ചുറൽ ഫോമിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ഈ സൈറ്റിൽ പോയാൽ മതി, www.traditional.org. അല്ലെങ്കിൽ നോനി നിങ്ങൾ ഏതെങ്കിലും ഈ പേരടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് നോക്കാം. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനി. ആ കമ്പനി 93 തുടങ്ങി ലോകവ്യാപകമായി മാറിയെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏതാണ്ട് 22 കോടി ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് വെറും 22 കോടി, ഒരു സ്റ്റേറ്റ്, അതായത് കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് 3.5 കോടി ജനമുള്ളപ്പോൾ DXN കമ്പനി ഏറ്റവും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത പെറു എന്ന് പറയുന്ന 3.5 കോടി ജനമുള്ള 3,47,00,000 ജനമുള്ള പെറുവിന്റെ ടേൺ ഓവർ 45 കോടി ആയപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് 120 കോടി ജനമുള്ള യങ്സ്റ്റേഴ്സ് ലോകത്ത് ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഈ മഹാരാജ്യത്ത് വെറും 22 കോടിയിൽ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു അറിയാമോ?
ഗാട്ട് കരാറോടനുബന്ധിച്ചിട്ട് ഇന്ത്യയിലേക്ക് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് പ്രവേശനം അനുവദിച്ചപ്പോ ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു നിയമം ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഈ നിയമം ഇല്ലാത്തതിന്റെ പേരിൽ എല്ലാ കള്ള കമ്പനികളും, ധാരാളം കമ്പനികൾ ഈ വലിയ വലിയ മീറ്റിങ്ങുകൾ നടത്തി ഗിമ്മിക്ക് കാണിച്ച ആളുകളെ പ്രേരിപ്പിച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് ആൾക്കാരുടെ പാവപ്പെട്ട ആൾക്കാരെ പറ്റിച്ചു പോയ പല കമ്പനികളും ഉള്ളപ്പോ അതിനെ നിയന്ത്രിക്കാൻ ഒരു നിയമം ഇന്ത്യയിൽ ഇല്ലായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ചീറ്റ് ചെയ്യപ്പെട്ട ആളുകൾ കൊടുക്കുന്ന പരാതികൾ പത്രത്തിൽ വെണ്ടക്കാൻ നിരത്തുമ്പോൾ അതൊക്കെ വായിച്ച സാധാരണ ഹയർ ഗ്രേഡിലുള്ള സാമ്പത്തികമായ ഉന്നമനത്തിലുള്ള ആൾക്കാർ ധരിക്കുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് പരിപാടിയാണ് എന്ന വിശ്വാസത്തിൽ ഇത്തരത്തിലേക്ക് അവർ എത്തിയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട പലരും വളരെ സാധാരണ പ്രത്യേകിച്ച് ദിലീപ് സാറിന്റെ ടീമിലുള്ള മുഴുവൻ ആൾക്കാരും തന്നെ ഒരു നല്ലൊരു ശതമാനം ഞാൻ ഈ അവസരത്തിൽ ദിലീപ് സാറിനെ വളരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവമാണ് ഓരോ കാര്യങ്ങളും നീക്കിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ആൾക്കാരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് 22 കോടി അല്ലെങ്കിൽ 27 കോടി ടേൺ ഓവറിൽ വന്ന് നിൽക്കാനുള്ള കാരണം ഇതിന് പ്രോപ്പറായിട്ടുള്ള ഗവൺമെന്റ് ഒരു നിയമമോ കാര്യങ്ങളോ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോ സന്തോഷമുള്ള ഒരു വാർത്തയുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ത്യ ഗവൺമെന്റ് ഇതൊരു വലിയ ഒരു തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു സംഭവമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ അടുത്ത കാലത്ത് അതിന് ഒരു കൃത്യമായ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിനെ സംബന്ധിച്ചിട്ട് ഒരു മെസ്സേജ് ഇതാണ്. ബഹുമാനപ്പെട്ട രാംവിലാസ് പാസ്വാൻ ആണ് അദ്ദേഹത്തിന്. അതിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മെസ്സേജിന്റെ കോപ്പി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡയറക്ട് സെല്ലിംഗ് besides providing self-employment opportunity to numerous people in the country. See, നിങ്ങൾ നോക്കണം, ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഗവൺമെന്റ് കാണുകയാണ് എന്ന് നോക്കിയാൽ മതി. ഈ ഒരു COVID-19 പറയുന്ന ഒരു വൈറസ് വന്നപ്പോ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഇൻഡസ്ട്രികളും കൂപ്പുകുത്തി. ഉദാഹരണത്തിന് എയർലൈൻ ഇൻഡസ്ട്രി 10.2 മില്യൺ ആൾക്കാർ വർക്ക് ചെയ്ത 10.2 മില്യൺ ആൾക്കാർ വർക്ക് ചെയ്തിരുന്ന എയർലൈൻ ഇൻഡസ്ട്രി പൂട്ടപ്പെട്ടു. എയർലൈൻ ഇൻഡസ്ട്രി അടച്ചുപൂട്ടിയാൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഹോട്ടൽ ഇൻഡസ്ട്രികൾ മുഴുവൻ ബ്ലോക്കാണ്. ഹോട്ടൽ ഇൻഡസ്ട്രി പൂട്ടുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രി അതിനെ ബാധിക്കുന്ന കാര്യം. ഏതാണ്ട് 10 പേരെ എടുത്താൽ ഒരാൾ ഇന്ന് ഡ്രൈവർമാരാണ്. അവർക്കൊന്നും ജോലിയില്ല. നൂറുകണക്കിന് തൊഴിലില്ലാത്ത ആളുകളുടെ നാട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ അത്തരത്തിൽ തൊഴിലില്ലാത്തൊരവസ്ഥയിൽ ഈ ഒരു സൂം അല്ലെങ്കിൽ ഈ ഒരു ഇ-കോമേഴ്സ് പോലെയുള്ള മെത്തേഡിലൂടെ ഈ ഒരു പ്രവർത്തനം നമ്മൾ നടത്തുമ്പോൾ ഇവിടെ ഞാൻ ജിജി സാറിനെ ഓർത്തു പോവുകയാണ്. ബഹുമാനപ്പെട്ട ജിജി സാറും സവേരയും തമ്മിൽ നടന്ന ഒരു കോൺവെർസേഷനിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ COVID-19 കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഡോക്ടർ ജിജി സാർ ചോദിച്ചൊരു കാര്യം, കോവിഡ് അല്ല ഇനി എന്ത് വന്നാലും ആൾക്കാരെ ആഹാരം കഴിക്കാതിരിക്കൂലല്ലോ. സോ ഗാനോഡർമ ചേർന്ന ഭക്ഷണം ഈ ആവശ്യം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ കൃത്യമായ ഒരു ഗൈഡ് ലൈൻസും കൃത്യമായ ഒരു നിയമവും ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ, ഒരു കമ്പനി ഒരാൾ സെലക്ട് ചെയ്യുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷനിലും ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷനിലും ഒക്കെ അത് എടുത്തു നോക്കിയാൽ മതി. ഏറ്റവും ലാസ്റ്റ് ദ interactive session with the FDA, Federation of Direct Selling Association, have been very helpful in this direction. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പ്രോപ്പറായി ഡയറക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ഉള്ള കമ്പനികളിൽ മാത്രം ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഒരു മാനദണ്ഡമാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ലീഗലാണോ ഇല്ലീഗലാണോ. അല്ലെങ്കിൽ ഇവിടെ 400-500 കാറുകളൊക്കെ എടുപ്പിച്ച വലിയ വലിയ കമ്പനികളിൽ നിന്ന് പേര് പോലും ആൾക്കാർക്ക് പറയാൻ പേടിയാണ്. അവർ പല കുപ്പായത്തിലിട്ടുകൊണ്ട് പുതിയ പുതിയ രൂപത്തിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പലർക്കും അത് അറിയാനും പറ്റും. പക്ഷെ ജെനുവിൻ ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ മെമ്പർ ആയ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് പറയുന്ന ഒരു നിയമപരമായ കമ്പനിക്ക് മാത്രമാണ് കൃത്യമായിട്ട് ഇതിൽ പ്രവർത്തിക്കാൻ പറ്റുക. ദെൻ നമുക്ക് നോക്കാം, കേരളത്തിലേക്ക് നോക്കാം. Kerala is the first state in India implemented direct selling regulations. അഭിമാനത്തോട് പറയാൻ പറ്റും എല്ലാ കാര്യത്തിലും. ഇപ്പൊ COVID-19 കാര്യത്തില് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മറ്റ് അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ അത് ഏത് തരത്തിലാണെങ്കിലും വളരെ ശ്ലാഘനീയമാണ്. വളരെ എന്താ പറയാ, അദ്ദേഹം എല്ലാ ദിവസവും തന്നെ നമുക്ക് ഒരു 6 മണിക്ക് തുടങ്ങി 7 മണി വരെ തരുന്ന പ്രോഗ്രാമില് എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരണത്തില് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം നോക്കിക്കോളുക, അദ്ദേഹമാണ്
മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് മേഖല ഇനി മുതൽ സർക്കാർ നിയന്ത്രണ പരിധിയിൽ. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗ് വേണ്ടിയുള്ള സംസ്ഥാന രൂപരേഖ തിരുവനന്തപുരത്ത് ടാഗോർ ഹാൾ ഓഡിറ്റോറിയത്തില് അന്ന് ബഹുമാനപ്പെട്ട മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി അദ്ദേഹം മരിച്ചു പോയതിന്റെ പേരില് നമ്മുടെ പിണറായി വിജയൻ സാറിന് പകരം അന്നത്തെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി തിലോത്തമൻ സാറാണ് ഇത് പ്രകാശനം ചെയ്തത്. ആ പ്രോഗ്രാമിന് ടാഗോർ ഹാൾ ഓഡിറ്റോറിയത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ നിയമങ്ങൾ കൊണ്ടുവരുന്ന, ആദ്യത്തെ കൊറോണ വൈറസിനെ കണ്ടപ്പോൾ തന്നെ ഷട്ട് ഡൗൺ ചെയ്ത ഒരു സ്റ്റേറ്റിന്റെ ആണ് എന്നുള്ളത്, അതിന്റെ സാധ്യത എന്നുള്ളത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ സമ്പന്നരാകാൻ പോകുന്നത് കേരളത്തിലായി. അതിന് ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം പാലിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ദിവസം ആ സമയത്ത് വന്ന ഒരു പത്രവാർത്ത ഞാൻ ഈ തരുണത്തിൽ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഡയറക്ട് സെല്ലിംഗ് വീണ്ടും വൻ കുതിപ്പെന്ന് പഠനം. അതായത് 2013-14 നിങ്ങൾ നോക്കിയാൽ മതി. 2013-14 75 കോടി ടേൺ ഓവർ ഉണ്ടായിരുന്ന ഈ സംഭവം 2025 2000 കോടി ടേൺ ഓവറിലേക്ക് വരികയാണ്. 2000 കോടി രൂപയുടെ വിപണിയാവും. വെറും 75 കോടി ടേൺ ഓവർ ഉള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനികളുടെ ടേൺ ഓവർ മാത്രമാണ് ഇവിടെ പറയുന്നത്. തട്ടിപ്പ് കമ്പനികൾ കോടിക്കണക്കിന് ഉണ്ടാക്കി ഒരുപാട് കാശുണ്ടാക്കിയ കണക്കൊന്നും ഇതിൽ പെടുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് 2000 കോടിയിലേക്ക് വരുമ്പോ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരന്റെ സഹോദരിക്കോ ഇതിലൂടെ ഒരു ജീവിത സിറാജിനെ പോലെ, ബിനീഷ് കുമാറിനെ പോലെ, രാജീവ് സാറിനെ പോലെ, ദിലീപ് സാറിനെ പോലെ, PD സുനിൽ കുമാറിനെ പോലെ, ഹരിയെ പോലെ, റഹീമുക്കായെ പോലെ നൂറുകണക്കിന് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇപ്പോ ഈ നിയമങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് പ്രവർത്തിച്ചു, നിയമം വന്നത് നിയമങ്ങൾ ഇല്ലായിരുന്നു എന്ന് അറിയാതെ പ്രവർത്തിച്ച ഞങ്ങൾ ഇന്ന് നിയമം വന്നപ്പോ അതിശക്തമായി പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സിസ്റ്റത്തില് നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ജോയിൻ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഇതാണ്. DXN to commence its Telangana factory operation in the year of 2020. ഈ വർഷം അവസാനത്തോ ഡിസംബർ മാസം 7-ാം തീയതി പ്രിയപ്പെട്ടവരെ 100 കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ ലിംസിയോജിൻ ഇന്ത്യ ഗ്യാനോഡർമ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് കമ്പനികളുടെ കൂട്ടത്തിൽ ഇന്ത്യയെ ഗ്യാനോഡർമയുടെ പ്രൊഡക്ഷനും സ്പൈറുലിനയുടെ പ്രൊഡക്ഷനും മറ്റു നോനി ഉൾപ്പെടുന്ന മറ്റു പ്രൊഡക്റ്റുകളുടെ പ്രൊഡക്ഷനും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി തെലങ്കാന ഗവൺമെന്റ് കൊടുത്ത ഇത് ഹരീഷ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പിക്ചറില്. നിരഞ്ജൻ റെഡ്ഡി അഗ്രികൾച്ചർ കോർപ്പറേഷൻ മാർക്കറ്റിംഗ് സിവിൽ സപ്ലൈസ് കൺസ്യൂമർ അഫേഴ്സ് മിനിസ്റ്റർ ആണ് അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്നത് ഗ്യാനോഡർമ കൈ പിടിച്ചുകൊണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് തെലങ്കാന സംസ്ഥാനം നമ്മുടെ കമ്പനിക്ക് 100 ഏക്കർ സ്ഥലം കൊടുത്തിരിക്കുകയാണ്. ഏതാണ്ട് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് 2020 അതിന്റെ ഫാക്ടറി ഒരു കമ്പനി ഒരു രാജ്യത്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. ആയിരക്കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കമ്പനി തയ്യാറാകുമ്പോൾ അതിന്റെ അർത്ഥം ഈ കമ്പനി ഇവിടെ നിന്ന് ഒറ്റയടിക്ക് 2-3 പേരെ പറ്റിച്ചിട്ടോ കുറച്ചുപേരെ പറ്റിച്ചിട്ട് പോവാനുള്ളതല്ല. കമ്പനിക്ക് അറിയാം, ഡോക്ടർ ലിമ്മിന് അറിയാം, ഈ കമ്പനി അതിശക്തമായി വളരും. ഈ ശക്തമായി വളരുമ്പോ ഇന്ന് കേരളത്തിൽ മാത്രം 2000 കോടി ടേൺ ഓവറിലേക്ക് വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യ മഹാരാജ്യത്ത് 24-27 കോടിക്ക് അടുത്തേ ടേൺ ഓവർ ഉള്ളൂ. അത് മാർക്കറ്റ് സൈസ് വളരെ വലുതാണ്. നമുക്കറിയാം നമ്മുടെ കമ്പനിയെ വളരെ ശക്തമായി വളരും. അതിന് സാധ്യതമാണ് ഇത്തരത്തിലുള്ള ഈ റിപ്പോർട്ടുകൾ. നോക്കിക്കോ, നമ്മുടെ കമ്പനിയെ നയിക്കുന്ന കുറച്ച് ആൾക്കാരുടെ പേരുകൾ ഞാനൊന്ന് എടുത്തു പറയാം. സിറാജുദ്ദീൻ എന്ന് പറഞ്ഞൊരു സാധാരണ ഒരു ഓട്ടോ ഡ്രൈവറാണ്. 2000 ഈ പ്രസ്ഥാനത്തിൽ വരുമ്പോ ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു എന്നെ സംബന്ധിച്ചിട്ട്. എന്റെ മനസ്സിൽ എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ S. രഞ്ജൻ. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഡിഗ്രി ഒന്ന് നോക്കിയാൽ മതി. ഈസ് an Indian cardiologist, MBBS, MD in general medicine, DM cardiology of Madras Medical College, postdoctoral teacher in cardiology for 17 years. അതിനേക്കാൾ വലുതാണ് അദ്ദേഹത്തിന്റെ തൊപ്പിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൂവലാണ് പേഴ്സണൽ ഫിസിഷ്യൻ ആൻഡ് കാർഡിയോളജിസ്റ്റ്, 2 former honorable presidents of India. 2 ഇന്ത്യൻ പ്രസിഡന്റിന്റെ കാർഡിയോളജി ഡോക്ടറാണ്. KR നാരായണന്റെയും ബഹുമാനപ്പെട്ട KR നാരായണന്റെയും ബഹുമാനപ്പെട്ട വെങ്കട്ടരാമന്റെയും കാർഡിയോളജി ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് P. ശ്രീനിവാസൻ എന്നാണ്, ഡോക്ടർ രഞ്ജൻ സാറിന്റെ. അദ്ദേഹത്തിന്റെ അച്ഛൻ P. ശ്രീനിവാസൻ MGRന്റെ കാർഡിയോളജി ഡോക്ടറായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മദ്രാസ് മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിലുള്ള ഒരു കാർഡിയോളജി ബ്ലോക്ക്, P. ശ്രീനിവാസൻ മെമ്മോറിയൽ കാർഡിയക് ബ്ലോക്ക്. പ്രിയപ്പെട്ടവരെ, വളരെയധികം, അതായത്
ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളാൽ നയിക്കപ്പെടുന്ന ഒരു കമ്പനി അത്ര ചെറുതല്ല. പക്ഷേ ഇദ്ദേഹത്തെക്കാളൊക്കെ ഒരുപാട് വിവരമുണ്ടെന്ന് നമ്മൾ ധരിക്കുന്ന, അതായത് MBBS മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി മാത്രം കയ്യിലുള്ള ചില ആൾക്കാരോട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവരിത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് ഉൾക്കൊള്ളണമെങ്കിൽ ഒരു ദൈവാധീനം ഉണ്ടാവണം. എന്റെ പ്രിയപ്പെട്ട ഇന്നലെ രാത്രിയും ഡോക്ടർ രഞ്ജൻ സാറുമായിട്ട് സംസാരിച്ചിരുന്നു. നമുക്കറിയാം ഇന്ന് നമ്മളിൽ പലരും പല വിദേശ രാജ്യങ്ങളിലും ടീമിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ബിനീഷേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇപ്പൊ സാംബിയയില് ഒരു ടീം നമുക്ക് ഡെവലപ്പ് ചെയ്തു വരുന്നു. അദ്ദേഹത്തിന് മനോജ് മാസ്റ്ററുമായിട്ട് അദ്ദേഹം സംസാരിച്ചു. ഡോക്ടർ രഞ്ജന് എല്ലാവിധ ഭാവുകങ്ങളും നേരിയാണ് ഈ അവസരത്തിൽ. അടുത്ത മറ്റൊരു വ്യക്തിയാണ് ഡോക്ടർ രത്ന വസുപാൽ. MBBS, FGCP, FCIP ഇങ്ങനെ ഒരുപാട് ഡിഗ്രിയുള്ള സ്പെഷ്യലിസ്റ്റ് ഇൻ ഫാമിലി മെഡിസിൻ. ഒരുപക്ഷെ DXN ചരിത്രത്തിലെ DXNന്റെ അമ്മ എന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഡോക്ടർ രത്ന വസുപാലിന്റെ സ്ഥാനം. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ഡോക്ടർ പ്രൊഫസർ വസുപാലയ്യ, അവർ രണ്ടുപേരും കൂടിയാണ് DXN ഇന്ത്യയുടെ ജൈത്രയാത്ര തുടർച്ചയ്ക്ക് സാധ്യമാക്കിയത്. സോ ഡോക്ടർ രത്ന വസുപാലിനെ കുറിച്ച് പറഞ്ഞാൽ, ലാവണ്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകളുടെ പേരിലുള്ള വലിയൊരു ഹോസ്പിറ്റൽ, 30 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ആയിട്ട് കൂട്ടിക്കൊണ്ടാണ് മാഡം DXN അതിന്റെ യാത്ര തുടങ്ങിയത്. ഇന്ന് ഏകദേശം 70ഓളം കൺട്രിയിൽ വിസിറ്റ് ചെയ്ത ഡോക്ടർ രത്ന വസുപാൽ എന്ന് നമ്മുടെ മുമ്പിൽ ദീപശിഖ തെളിയിച്ചുകൊണ്ട് നയിക്കുകയാണ്. മറ്റൊരാളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഡോക്ടർ മാലതി രമണി. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ഡോക്ടർ വെങ്കട്ടരമണിയും ഈ കഴിഞ്ഞ ദിവസം ഒരു സൂം മീറ്റിംഗിൽ അദ്ദേഹവുമായിട്ട് കണ്ടു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കുകയാണ്, എനിക്കും രാജീവ് സാറിനും ഡോക്ടർ മാലതി രമണിയുടെ ആദ്യത്തെ പ്രസന്റേഷൻ തൃശ്ശൂർ നടക്കുമ്പോൾ തമിഴും ഇംഗ്ലീഷും കലർന്ന് സംസാരിക്കുമ്പോൾ വളരെ ഹംബിൾ നേച്ചറായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട്, ആർക്കും കയ്യെത്തി പിടിക്കാൻ പറ്റുന്ന തരത്തിൽ ഇത്രയും സാധുവായിട്ടുള്ള ഒരു ഡോക്ടർ, അവർ കൊടുത്തിട്ടുള്ള ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലത്തിന് കിട്ടിയ റിസൾട്ടുകളെല്ലാം വിശ്വ പ്രസിദ്ധമാണ്. സോ ഡോക്ടർ മാലതി രമണിക്ക് ഈ അവസരത്തിൽ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. അടുത്തതാണ് ഡോക്ടർ അസ്മ മുനീർ. പ്രിയപ്പെട്ടവർ, വളരെ സന്തോഷം. ഞാൻ ഈ അസ്മ മുനീർ ഡോക്ടറിനെ ആദ്യമായിട്ട് കാണുന്നത് ബഹ്റൈൻ വെച്ചിട്ടാണ്. അന്ന് ഞാനൊരു മലയാളം പ്രസന്റേഷൻ നടക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് ഡ്രസ്, ഒരു മുസ്ലിം ഡ്രസ് വസ്ത്രധാരിയായിട്ടുള്ള ഒരു മാഡം വാതിക്കെ വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഷാല എന്റെ മീറ്റിംഗ് ഷാല എന്റെ മീറ്റിംഗ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാഡം ഈ മീറ്റിംഗ് ഒരു മലയാളം മീറ്റിംഗ് ആണ്, മേ ബി യു കാനോട്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ അവർ എന്നോട് പറയാ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ബോഡി ലാംഗ്വേജ്, ഷാല പ്ലീസ് അലൗ ടു സിറ്റ്. അവരെ ഇരിക്കാൻ അനുവദിക്കാൻ പറഞ്ഞു മീറ്റിംഗില്. എന്റെ പ്രിയപ്പെട്ട അസ്മ മുനീർ എന്ന് പറഞ്ഞ പാകിസ്ഥാനി ഗൈനക്കോളജി അസോസിയേഷനിൽ വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ അസ്മ മുനീറിന് ഗ്യാനോഡർമയുടെ ആദ്യ പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് സിറാജുദ്ദീൻ. ഞാൻ എന്നാലാകുന്ന അന്നത്തെ എന്റെ കഴിവിനനുസരിച്ചിട്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവരെന്തായാലും ജോയിൻ ചെയ്തു, രജിസ്റ്റർ ചെയ്തു. ഇന്ന് DXന്റെ ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഡബിൾ ഡയമണ്ട് ആയിട്ടുള്ള അസ്മ മുനീർ മാഡത്തിന്റെ പ്രസന്റേഷൻ ഈ അടുത്ത ദിവസം നമ്മൾ കേട്ടിരുന്നു. അത് അവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും നേരുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ നയിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനം, ഒരുപക്ഷെ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഒരാൾ വേണ്ട എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവർ ഒരിക്കലും മനസ്സുകൊണ്ട് വ്യതിചലിച്ച് പോകരുത്, മനസ്സ് ദുഃഖാർദ്രരാകരുത്. കാരണം ആ പറയുന്ന വ്യക്തിക്ക് നമ്മൾ പറഞ്ഞ കാര്യം വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാനുള്ള നിങ്ങളുടെ കഴിവ് പറ്റിയില്ല, അല്ലെങ്കിൽ ആ പറഞ്ഞു കൊടുത്തപ്പോൾ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ ശരിയല്ല. അങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ് അതിന് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. കാരണം പണ്ട് ഞാൻ പറഞ്ഞ പല ആൾക്കാരും ഇന്ന് നമ്മളോടൊപ്പം തിരിച്ചു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ട്. പണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത അവർക്ക് മനസ്സിലായില്ല, അതായിരിക്കും കാരണം. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത ആളിലേക്ക് പോകാൻ നിങ്ങൾ ശ്രമിക്കണം. ഞാൻ അടുത്തത് നോക്കാം. നമ്മുടെ പ്ലാനിലേക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോവാണ്. ഈ പ്ലാനിലേക്ക് പോകുമ്പോൾ വളരെ വിപുലമായൊരു പ്ലാൻ ആണെങ്കിലും നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് നോക്കിയാൽ മതി. 2-in-1 കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഗാനോഡർമ ചേർന്ന ഒരു കോഫി നമുക്കുണ്ട്. ഈ കോഫിക്കകത്ത് ഇതിന്റെ വില 735 രൂപയാണ്. ഒരാൾക്ക് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡിസ്ട്രിബ്യൂട്ടർ എന്നറിയപ്പെടും 595 രൂപയ്ക്കാണ് ഇത് കിട്ടുക. അതിന്റെ പോയിന്റ് വാല്യൂ 145 ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, പോയിന്റ് വാല്യൂ 145. അതുപോലെ തന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് ആണ് സ്പൈറുലിന. അതിന്റെ പോയിന്റ് വാല്യൂ, അതിന്റെ വില 1420 രൂപയാണ്. 360 ടാബ്ലറ്റിന്റെ ഫോട്ടോമാണ് ഞാനിപ്പോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ വില 1420 രൂപയാണ്. ഡിസ്ട്രിബ്യൂട്ടർക്ക് കിട്ടുന്നത് 1140 രൂപയ്ക്കാണ്. അതിന്റെ പോയിന്റ് വാല്യൂ 500 ആണ്. അടുത്തത് DXന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് RGGL എന്നറിയപ്പെടുന്ന ഗാനോഡർമയുടെ ക്യാപ്സൂളുകളാണ്. RG എന്ന് പറയുന്നത് ഗാനോഡർമയ്ക്ക് 90 ദിവസം, പടത്തിൽ കാണുന്നത് പോലെ 90 ദിവസം പ്രായമുള്ളപ്പോൾ എടുക്കുന്ന RGയും 14 മുതൽ 21 ദിവസം പ്രായമുള്ളപ്പോൾ എടുക്കുന്ന GLഉം. ഇതിന്റെ വില MRP റേറ്റ് 9815 രൂപയാണ്. എനിക്കറിയാം, എന്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന അജിത്തിന്റെ ടീമില് വർക്ക് ചെയ്യുന്ന ഒരാള് അമേരിക്കയിൽ പ്രൊഡക്റ്റ് വാങ്ങിച്ചു.
അമേരിക്കയിലെ RGGL അവൈലബിൾ ആണ്. അവിടെ ടാക്സും മറ്റു കാര്യങ്ങളും ഏതാണ്ട് 17,000 രൂപയ്ക്ക് അടുത്തായി എന്നാണ് എന്നോട് പറഞ്ഞത്. നമുക്കറിയാം RGGL 9,815 രൂപയാണ്. ഭയങ്കര വിലയാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇന്ന് വേൾഡിൽ ഗാനോഡർമ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന 4,200 കമ്പനികളിൽ 1 ഗ്രാം ഗാനോഡർമ 49 രൂപ 95 പൈസയ്ക്ക് 19 അന്താരാഷ്ട്ര അവാർഡോടുകൂടി കൊടുക്കുന്ന ഒരു കമ്പനി DXN ആണ്. 360 ക്യാപ്സൂളുകളുള്ള ഗാനോഡർമയുടെ 2 ബോട്ടില് ഒരാൾ വാങ്ങിക്കാൻ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ 7,845 രൂപയ്ക്ക് കിട്ടും. നമുക്കറിയാം ഓൺലൈൻ മീഡിയ കൂടെ ഒക്കെ ആൾക്കാർ ഓർഡർ ചെയ്തിട്ട് ആമസോൺ പോലത്തെ ചില ഓൺലൈൻ ഇത് കൂടെ ഒക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷെ അവർക്ക് പോയിന്റ് വാല്യൂ കിട്ടത്തില്ല. ഒരുപക്ഷെ ഒറിജിനൽ പ്രൊഡക്റ്റ് തന്നെ കിട്ടുമോ നമുക്ക് അറിയാനും പാടില്ല. പക്ഷെ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ കെയർ ഓഫിൽ നിങ്ങൾ ഡയറക്റ്റ് രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 7,800 ഏതാണ്ട് 2,000 രൂപയ്ക്ക് അടുത്ത് ഡിസ്കൗണ്ട് അത് വാങ്ങിക്കാൻ പറ്റും. അതിന്റെ പോയിന്റ് വാല്യൂ 3,000 പോയിന്റ് വാല്യൂ ആണ്. അപ്പൊ ഈ പോയിന്റ് വാല്യൂ നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്തോളുക. എന്നിട്ട് വേണം ഈ മാർക്കറ്റിംഗ് പ്ലാൻ നിങ്ങൾ പഠിക്കാൻ. നിങ്ങൾ നോക്കിയാൽ 1000 പോയിന്റ് വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ 6%, 45,000 പോയിന്റ് വാല്യൂ എത്തുമ്പോൾ നിങ്ങൾ 21%, 45,000 പോയിന്റ് വാല്യൂ നിങ്ങൾ സ്പൈറുലിനെ മാത്രമായിട്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, 90 പ്രൊമോട്ട് ചെയ്താൽ മതി. നിങ്ങൾ RGGL ആണ് 3,000 പോയിന്റ് ആണ്, അങ്ങനെയാണെങ്കിൽ 15 ചെയ്യേണ്ടി വരും. നിങ്ങൾ കാപ്പി ആണെങ്കിൽ അതനുസരിച്ച്. സോപ്പിന്റെ പോയിന്റ് വാല്യൂ 90 ആണ്, അങ്ങനെയാണെങ്കിൽ 1000. നിങ്ങൾ സോപ്പിന്റെ പോയിന്റ് വാല്യൂ 90 പോയിന്റ് വാല്യൂ ആണ്. അപ്പൊ 10 സോപ്പ് വിറ്റാലോ 900. ആ രൂപത്തിൽ 1000 സോപ്പ് 945 45,000 പോയിന്റ് വാല്യൂ എത്തണമെങ്കിൽ ഏതാണ്ട് 1000 സോപ്പ് 500 സോപ്പ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. കണക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 1000 സോപ്പ്. ഞാൻ പറഞ്ഞു വന്നത് സോപ്പിന്റെ പോയിന്റ് വാല്യൂ 45 ആണ്. സോ 1000 സോപ്പ് വിറ്റാൽ നിങ്ങൾക്ക് 45,000 പോയിന്റ് വാല്യൂ. അപ്പോൾ 45,000 പോയിന്റ് വാല്യൂ എത്തിയാൽ നിങ്ങളെ വിളിക്കുന്ന പേരാണ് സ്റ്റാർ ഏജന്റ്. ഈ കമ്പനിയുടെ ഒരു പ്രസ്റ്റീജിയസ് റാങ്കിൽ ആ സമയത്ത് നിങ്ങൾ ടോട്ടൽ വോളിയത്തിന്റെ 25% നിങ്ങൾക്ക് തിരിച്ചു തരും, നിങ്ങൾ ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ആണെങ്കിൽ. ഇനി നമുക്ക് നോക്കാം വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതിന്റെ പ്ലാൻ മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരിക്കൽ നമുക്ക് പറയാം. നിങ്ങൾ നോക്കിയാൽ മതി. 45,000 പോയിന്റ് വാല്യൂ എത്തുമ്പോൾ നിങ്ങൾ സ്റ്റാർ ഏജന്റ് ആകും. നിങ്ങൾ കൊണ്ടുവന്ന സ്റ്റാർ രൂപി SR എന്ന് പറഞ്ഞതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ താഴെ നിങ്ങളെ പോലെ 3 പേര് സ്റ്റാർ ഏജന്റ് ആവണം. നിങ്ങൾ സ്റ്റാർ ഡയമണ്ട് ആകണമെങ്കിൽ 6 പേര് സ്റ്റാർ ഏജന്റ് ആവണം. അപ്പൊ ഒരാൾ സ്റ്റാർ ഏജന്റ് ആകാൻ എത്ര പോയിന്റ് വേണം? 45,000 പോയിന്റ് വാല്യൂ. 45,000 പോയിന്റ് വാല്യൂ നിങ്ങൾ സ്റ്റാർ ഏജന്റ് ആവും. അങ്ങനെ 6 പുതിയ ആളുകളെ നിങ്ങൾ സ്റ്റാർ ഏജന്റ് ആക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ കമ്പനിയുടെ പ്രസ്റ്റീജിയസ് റാങ്കിലേക്ക് സ്റ്റാർ ഡയമണ്ട് എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്കാവും. എനിക്കറിയാം ഈ പ്രോഗ്രാം എന്റെ പ്രിയപ്പെട്ട ധാരാളം സ്റ്റാർ ഡയമണ്ട്സും സ്റ്റാർ ഏജന്റും മെമ്പേഴ്സും ഒക്കെ കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും സ്റ്റാർ ഡയമണ്ട് ആയി ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയർ വാങ്ങുന്ന തരത്തിലേക്ക് ആവാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഇതാണ് ഇതിന്റെ സിമ്പിൾ പ്ലാൻ. 6 പേരെ സ്റ്റാർ ഏജന്റ് ആക്കുക. നമുക്കറിയാം നമ്മുടെ കമ്പനി തരുന്ന സ്റ്റാർ ഡയമണ്ട് ഉൾപ്പെടുന്ന സ്റ്റാർ ഏജന്റ് മെമ്പർ ഉൾപ്പെടുന്ന ഡോക്ടർ അമുദ കലാവല്ലി എന്ന് പറഞ്ഞിട്ട് മധുരയിൽ ഒരു ഡോക്ടർ ഉണ്ട്. എന്നെ കേൾക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ധാരാളം പേര് ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നു. എനിക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് പേര്, അതായത് ബെഞ്ചമിനും നടരാജനും കുമരവേലും നേമി സാറും നമ്മുടെ ദുബായ് ജന സാറും ഒക്കെ ഈ പ്രോഗ്രാം ഇന്നിപ്പോ കേൾക്കുന്നുണ്ടാവാം. ഞാൻ പറഞ്ഞു വന്നത് ഇവരെല്ലാം നമ്മുടെ കൂടെ വേൾഡ് വൈഡ് നമ്മുടെ കമ്പനി തരുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ മറ്റൊരു ചാമിങ് സെറ്റപ്പ് ഇതാണ്. നമുക്ക് എല്ലാ വർഷവും കമ്പനി ഓരോരോ ട്രിപ്പ് തരും. ഇപ്പൊ ഇന്നലെ ഒരാളോട് ഞാൻ ഇതിനോട് ഫോണിലൂടെ സംസാരിച്ചപ്പോ ഈ കോവിഡ് ഉള്ള കാരണം ഇനി ട്രിപ്പൊക്കെ നിർത്തുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് എനിക്ക് അറിയാൻ പാടില്ല, ചിലപ്പോ കോവിഡ് ഉള്ളത് കൊണ്ട് നിർത്തുമോന്നോ കൂട്ടുമോന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് കമ്പനി നമുക്ക് കൃത്യമായി വരുമാനം തരുന്നു, കൃത്യമായി എല്ലാ വർഷവും 2 ഇന്റർനാഷണൽ ട്രിപ്പ് തരുന്നു. ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ 1-2 ഫോട്ടോസ് ആ ട്രിപ്പിന്റെ കാണിക്കാൻ പോകും. നോക്കാം, ട്രാവൽ സെമിനാർ ഇൻസെന്റീവ്. ഞാനും എൻ്റെ വൈഫും ചൈനയിൽ പോയപ്പോൾ എടുത്തൊരു ഫോട്ടോയാണ് ഇടതുവശത്ത് കാണുന്നത്. ഞാൻ DXN പ്രസന്റേഷന് വേണ്ടിയിട്ട് ഒമാനില് എന്നെ കമ്പനി കൊണ്ടുപോയപ്പോൾ ഞാൻ എടുത്ത ഒരു പ്രസന്റേഷന്റെ ഫോട്ടോ ആണ് വലതുവശത്ത് കാണുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട ജി സാറിനോടൊപ്പം ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ മതി. ഞാൻ രാജീവ് സാറ് ഒന്ന് കൈയടിച്ചോ മനസ്സാൽ. രാജീവ് സാറിന്റെ ഭാര്യ ജിഷ, ഡോക്ടർ ലിംസിയോജിൻ, ഞാൻ, എൻ്റെ വൈഫ്, ഞങ്ങള് സ്വിറ്റ്സർലാൻഡില് ഹോട്ടൽ ഗ്രാൻഡ് കെംപിൻസ്കി ഹോട്ടലിന്റെ വാതിക്കൽ. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ അതാണ്. ഒരു ദിവസത്തെ റൂം റെന്റ് 40,000 രൂപയാണ്. കമ്പനി നമുക്ക് അവിടെ ചെലവിടാനും അവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം എല്ലാ വർഷവും ട്രാവൽ സെമിനാർ ഇൻസെന്റീവിലൂടെ നമുക്ക് കിട്ടും. നോക്കിയാൽ മതി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ സുനിൽ, വലതുവശത്ത് ബഹുമാനപ്പെട്ട ബിനിഷേട്ടൻ. ഒരുപക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും ആകാൻ ആയിട്ടുണ്ടെങ്കിൽ
അതിന്റെ പ്രേരണ ആ സമയത്ത് തന്നെ തന്ന ഒരാളെന്ന നിലയ്ക്ക് ബിനീഷിനോട് എന്റെ ചേട്ടൻ എന്ന നിലയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സുനിൽ സാർ ഇരിക്കുന്നുണ്ട്. സുനിൽ സാറിന്റെ മുമ്പിൽ കുറച്ച് കുപ്പിയും ഇരിപ്പുണ്ട്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അദ്ദേഹം അത് എടുത്തു കുടിക്കുകയും അത് എന്താണെന്ന് അറിയാതെ അദ്ദേഹം പെട്ടെന്ന് തുപ്പാനും, അതൊക്കെ എന്താ പറയാ എന്നും ഓർക്കുന്ന മധുര സ്മരണകളാണ്. നോക്കിയാൽ മതി, എന്റെ ഇടതുഭാഗത്ത് ഇപ്പൊ എന്റെ ബാപ്പയാണ്. എന്റെ ആഗ്രഹമായിരുന്നു എന്റെ ബാപ്പയെ മലേഷ്യ കൊണ്ടുപോകുക എന്നുള്ളത്. എന്റെ ബാപ്പയെ ഞാൻ മലേഷ്യ കൊണ്ടുപോയി DXN എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൽ കൂടെ. മലേഷ്യയിലെ തപ്പക് പെഞ്ചാ ഏതൊരു സ്ഥലത്ത് ഞങ്ങൾ യാത്രയുടെ ഇടയ്ക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അവന്റെ സ്വപ്ന സാക്ഷാത്കാരം അങ്ങനെയാണല്ലോ. നോക്കിയാൽ മതി, എന്റെ കൂട്ടുകാരായിട്ടുള്ള മറ്റു സൈഡില് ഞാനും രാധാകൃഷ്ണേട്ടനും നടരാജനും സെൽവനും ഒക്കെ മലേഷ്യ തമിഴും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ പറയുന്ന എത്രയോ സുഹൃത്തുക്കൾ. ഇതെല്ലാം ഓരോ വർഷവും നമ്മുടെ കമ്പനി തരുന്ന ട്രാവൽ സെമിനാർ ഇൻസെന്റീവിന്റെ പ്രത്യേകത. അടുത്തത് ഒരെണ്ണമാണ് ഫുൾഫിൽ യുവർ ഡ്രീം വിത്ത് DXN. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം പ്രിയപ്പെട്ടവർ. ഈ മഹാപ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ മുടി തലനാരിഴ കീറി പരിശോധിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഫിറ്റാകാത്ത ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ എന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് നമ്മളെ തന്നെയാണ്. അങ്ങനെ ഒരു കുതുകമുള്ള ഒരാളായിരുന്നു ഞാൻ. എന്ത് സംശയം വന്നാലും അതിന്റെ അറ്റം വരെ ചോദിച്ച് അന്വേഷിച്ചു പോവുക എന്നുള്ളത്. പക്ഷെ പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി. ബഹുമാനപ്പെട്ട രഞ്ജൻ സാറും രത്നവസുമൽ മാഡവും ഡോക്ടർ പർവാനയും ഉൾപ്പെടുന്ന ഒരുപാട് ഡോക്ടറുടെ കാറ്റഗറി നേരത്തെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നാലും പബ്ലിക്കിനെ മനസ്സിലാക്കാൻ ഞാൻ ഇപ്പോഴും എന്റെ പഠനം തുടരുകയാണ്. പക്ഷെ എന്റെ കൊച്ചു സ്വപ്നങ്ങൾ ഓട്ടോയുമായി വേർത്ത് കുളിച്ച് റോഡരികിൽ ഞാൻ നിൽക്കുമ്പോ പതുപതുത്ത തണുത്ത കാറിൽ ഐസ്ക്രീം നുണഞ്ഞുകൊണ്ടോ മിഠായി തിന്നുകൊണ്ടോ കുഞ്ഞിനെ മടിയിൽ ഇരുത്തി പോകുന്ന കാറുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു, താഴെ നിന്നും മേളിൽ നിന്നും ചൂട് വരുമ്പോ 600 രൂപ വാടക കൊടുക്കാൻ കഷ്ടപ്പെടുന്ന എന്നെ സംബന്ധിച്ചിട്ട് ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാവാൻ എന്താണ് ഒരു വഴി എന്ന് അന്വേഷിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എന്റെ സഹോദരൻ ശ്രീ രാജീവ് കൊണ്ടുവന്ന ഈ മാർഗം ഇന്ന് സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളുടെ ജീവിതം അപ്പാടെ മാറ്റിമറിച്ചിരിക്കുന്നു. ഞാൻ ഈ പ്രസ്ഥാനത്തിൽ വന്നപ്പോ ഏറ്റവും ആദ്യത്തെ ഒരു സ്വപ്നം ഒരു കാറും വീടും ഒക്കെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. നോക്കിയാൽ മതി, എന്റെ ആദ്യത്തെ എന്റെ ഫസ്റ്റ് കാറ് എന്റെ ബാപ്പയോട് 2008 എടുത്ത എന്റെ ബാപ്പ വെർണ ആയിരുന്നു എന്റെ കാറ്. നിങ്ങൾ എന്റെ ബാപ്പയുടെ കയ്യിൽ നോക്കിയാൽ കാണാൻ പറ്റും. എന്റെ സുഹൃത്ത് ഷാജഹാൻ ഉൾപ്പെടെ ഞങ്ങൾ എറണാകുളത്ത് പോയാണ് കാർ എടുത്തത്. എന്റെ ബാപ്പയുടെ കയ്യിൽ കിടക്കുന്ന ഒരു റാഡോ, അതൊക്കെ സ്വപ്നങ്ങളുടെ ഭാഗമാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വർഷം ഞാൻ എന്റെ കാർ ഒന്ന് ചേഞ്ച് ചെയ്തു. അത് ഒരു ഹോണ്ട സിറ്റിയിലേക്ക് മാറി. എന്റെ ഭാര്യ, എന്റെ മോളും ഫൗസിയ, ഫൈറൂസ് ഇവരാണ് എന്റെ കൂടെ ഉള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട നിങ്ങൾ ആലോചിക്കണം, നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അല്ലേ? ഒരുപാട് മോഹങ്ങളുണ്ട്. അതെല്ലാം സാക്ഷാത്കരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ട്. ഇന്ന് നമുക്കറിയാം, എല്ലാം ഓൺലൈനിലൂടെ നടക്കുകയാണ് ബിസിനസ്സുകളെല്ലാം തന്നെ. ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. സോ ഡോക്ടർ ലിമ്മുമായിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന് DXNന്റെ പ്രൊഡക്ട്സ് മുഴുവൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം, DXNന്റെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ DXNൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എത്ര പേർക്ക് ഓൺലൈനിലൂടെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡിലൂടെ പർച്ചേസ് ചെയ്യാൻ അറിയാം? ഒരു 10-15% മാക്സിമം. കേരളത്തിലാണെങ്കിൽ ഒരു 15%, മഹാരാഷ്ട്ര അല്ലെങ്കിൽ ബീഹാർ പോലത്തെ ഒരു 10ൽ താഴെ മാത്രമാണ്. വീടാന്തരം ഒക്കെ പറഞ്ഞും പോയും ഒക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഇവിടെ ഡോക്ടർ ലിമ്മിന്റെ വാക്ക് കടമെടുത്താൽ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാം മെമ്പറെ, ഓൾ ഓവർ വേൾഡ് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാം, ഓൺലൈൻ പർച്ചേസ് ചെയ്യാം, ഓൺലൈൻ പ്രൊഡക്റ്റ് വീട്ടിലെത്തും, ഓൺലൈൻ ഇൻകം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾക്ക് ഒരു ഫോണിലുണ്ടെങ്കിൽ അതിൽ സ്റ്റേറ്റ്മെന്റ് കാണാൻ പറ്റും, നിങ്ങൾക്ക് എത്ര വരുമാനം വന്നു. ഓൺലൈനിലൂടെ എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റും. ഒരു സൂം ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഒരു ദിവസം 20, 30, 40 വ്യക്തികളെ പുതിയതായിട്ട് നിങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം പല MBAയും ഹയർ ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞ് ജെയ്സെ പോലെയുള്ള MCOM ഒക്കെ കഴിഞ്ഞ് കുടുംബിനിയായിട്ട് ഉച്ച കഴിഞ്ഞാൽ ടെലിവിഷനും ഒക്കെ കണ്ട് സമയം തള്ളുന്ന ഒരുപാട് അമ്മമാര്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട നടരാജ് സാറിന്റെ ഭാര്യ സത്യ ഒരു പ്രസന്റേഷൻ വുമൻസ് പവറിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമുക്കറിയാം, ഒരു സ്ത്രീ ഒരു പുരുഷൻ 2000 വാക്കുകൾ സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീ 7000 വാക്കുകൾ സംസാരിക്കുന്നു എന്നാണ് ഒരു പുസ്തകത്തെ കാണിച്ചുകൊണ്ട് സത്യ മാഡം ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ നമ്മുടെ വീടുകളിൽ ഇന്ന് പല വീടുകളിലും വീട്ടമ്മമാര് ഒരു പണിയുമില്ല, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പണിയെല്ലാം കഴിഞ്ഞ് ടെലിവിഷന്റെ മുമ്പിൽ ചടഞ്ഞുകൂടുമ്പോ അവരുടെ ഭർത്താവിനെ സഹായിക്കാൻ
ഇതൊരു രജിസ്ട്രേഷൻ ആക്കിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്കുള്ള ചില പ്രൊഡക്റ്റുകൾ ചേഞ്ച് ചെയ്തുകൊണ്ട്, ഒരു ബ്രാൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കാൻ എന്നെ കേൾക്കുന്ന പലർക്കും പറ്റും. ഈ തരുണത്തിൽ ചില ബുദ്ധിയുള്ള അല്ലെങ്കിൽ ശക്തമായി ഇന്റർനെറ്റുമായി ബന്ധമുള്ള ചില ആൾക്കാരെ കൊണ്ടുവരുവാൻ കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും. ഇപ്പോ എന്റെ ടീമിൽ മിസ്റ്റർ പ്രദീപ്, അദ്ദേഹം ചിലപ്പോൾ ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ടാവാം. അദ്ദേഹത്തെ കമ്പനി ചെലവിൽ നൈജീരിയയിൽ പോയി വന്നു. ഇന്നൊരു പക്ഷേ നൈജീരിയയിൽ ഏറ്റവും വലിയ ബിസിനസ് ഉണ്ടാക്കുന്ന ഒരാളായി അദ്ദേഹം മാറി. ഏതാണ്ട് 59 കൺട്രിയിൽ അദ്ദേഹം ആളുകളെ വീട്ടിലിരുന്നുകൊണ്ട് ജോയിൻ ചെയ്തു. ഇന്നലെ മിനിഞ്ഞാന്നാൾ നടന്ന പ്രോഗ്രാമിൽ ബിനീഷേട്ടൻ പറഞ്ഞു, ബിനീഷേട്ടന്റെ ടീമില് അഭിജു, അദ്ദേഹത്തിന്റെ ബ്രദർ ഇൻ ലോ, ഏതാണ്ട് 40-50 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചു. എന്റെ ടീമിൽ പുതിയതായി വന്ന ജോർജ് എന്ന് പറഞ്ഞൊരു പയ്യൻ ഇന്റർനെറ്റിലൂടെ പെറുവിൽ ഈ പ്രൊഡക്റ്റ് കിട്ടുമോ എന്ന് സംശയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ പൊന്ന് ജോർജ്, പെറു ഈ DXN ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ എടുക്കുന്ന കമ്പനിയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പസമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ ഇത്തരത്തിലുള്ള സൂം പ്രോഗ്രാമും ഇപ്പൊ ഞാൻ ചെയ്ത ഈ പ്രസന്റേഷനും ഒക്കെ നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണം. കാരണം ഏതൊരു മാർഗവും ഏത് നിമിഷവും അടഞ്ഞു പോകാമെന്ന് ലോകം കാണിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു COVID-19 വൈറസ് വന്നപ്പോ ഒരു കൂട്ടം ബിസിനസ്സുകൾ താഴോട്ട് പോകുമ്പോൾ മറു സൈഡിൽ ഒരു കൂട്ടം ബിസിനസ്സുകൾ മുകളിലോട്ട് വരുന്നുണ്ട്. എനിക്ക് പുഷ്പ ടീച്ചർ അയച്ചു തന്ന ഒരു വീഡിയോ പ്രോഗ്രാമില് ഒരു സംഭവം, ബ്രിട്ടനിലെ ഏതോ ഒരു സ്ഥലത്ത് ഒരു പട്ടി കടിപിടി കൂട്ടുന്ന പട്ടികളുടെ ഒരു മത്സരം നടക്കാം. ഒരാളാണ് ആ പട്ടികളെ കൊണ്ടൊരു വെളുത്ത പട്ടിയെയും ഒരു കറുത്ത പട്ടിയെയും. ഈ പട്ടികളെ രണ്ടുപേരെയും ഒരു ഗ്രൗണ്ടിലിട്ട് കടിപിടി കൂടിക്കും. കുറെ ആളുകൾ ഇത് കാണാൻ വരും. ആ കാണാൻ വരുന്ന ആളുകൾ തമ്മിൽ പരസ്പരം ബെറ്റ് വെക്കും, വെളുത്തത് ജയിക്കോ കറുത്തത് ജയിക്കോ. ഈ പട്ടിയെ കൊണ്ടുവരുന്ന അയാള് അവിടെ പരിചയമുള്ള കുറച്ച് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു, ഇന്ന് വെളുത്ത പട്ടിയാട്ട ജയിക്കുക. അടുത്ത ഒരാഴ്ച, ഒരു മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും അവിടെ കൊണ്ടുവരും. അന്നും അയാൾ പറയും, ഇന്നും വെളുത്ത പട്ടിയാ ജയിക്കുക. ഒരാഴ്ചയിൽ ഒരു ദിവസമാണ് ആ മത്സരം. അങ്ങനെ ഓരോ പ്രാവശ്യവും ഇയാൾ പറയുന്ന പട്ടി ജയിക്കും. അത് മാത്രം അറിയാവുന്ന ആൾ ബെറ്റ് വെച്ച് സമ്പത്തുണ്ടാക്കും. അങ്ങനെ ഇയാൾ ഈ പരിപാടി അവസാനിപ്പിച്ചു. കുറെ കാലം കഴിഞ്ഞപ്പോ ഒരിക്കലും ഇയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ പട്ടി കടിപിടുത്തം കാണാൻ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഒരാളെ ഇയാളെ കണ്ടപ്പോ അയാൾ ചോദിച്ചു, സാർ നിങ്ങൾ ഈ പട്ടി കടിപിടുത്തമൊക്കെ നിർത്തി, ഇപ്പൊ എന്താ ഇപ്പൊ പരിപാടി, പട്ടിയൊക്കെ നിർത്തിയോ കടി? അപ്പൊ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. അപ്പൊ ഇയാൾക്ക് ഒരു സംശയം, ഈ സാറ് പറയുന്ന പട്ടി എങ്ങനെയാ ജയിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ എന്തായാലും പട്ടി കടിപിടിയൊക്കെ നിർത്തിയല്ലോ, ഞാൻ ആ രഹസ്യം പറഞ്ഞൊന്നും കാര്യമില്ല, പറഞ്ഞിരുന്നിട്ടൊന്നും പ്രത്യേകതയില്ല, അത് പറഞ്ഞു കൊടുക്കാണ്. ഏത് പട്ടിയാണോ ജയിക്കുമെന്ന് ഞാൻ പറയുന്ന പട്ടിക്ക് കൂടുതൽ തീറ്റ കൊടുക്കുകയും മറ്റേ പട്ടി ഒരാഴ്ച പട്ടിക്ക് ഇടുകയും ചെയ്യും. അപ്പൊ മറ്റേ പട്ടിണി എന്ന ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം കൊടുക്കുക. അവശനായ ആ പട്ടിയെ തോൽപ്പിക്കാൻ ഈസി ആയിട്ട് ഏത് പട്ടിക്ക് പറ്റും? ആരോഗ്യമുള്ള പട്ടിക്ക് പറ്റും. ഇവിടെ നമുക്ക് നോക്കാം, കോവിഡ് പോലെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വന്നപ്പോ നിപ്പ വന്ന് മാറി, സാർസ് വന്ന് മാറി, മാർസ് വന്ന് മാറി എന്ന് വിചാരിക്കുമ്പോൾ, എയ്ഡ്സ് വന്ന് മാറി എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അതൊക്കെ ഇപ്പോഴും ഭൂമിയിൽ തന്നെ ഉണ്ട്. പക്ഷെ അതിനോടൊക്കെ എതിരെ പ്രതിരോധ ശക്തി നമുക്ക് കൂടിയപ്പോൾ അതൊക്കെ കൺട്രോളിലായി. കോവിഡ് വൈറസും 100% നമ്മുടെ കൺട്രോളിലാവും. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾ കാണേണ്ട ഈ പട്ടിയുടെ പിടുത്തം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഡോക്ടർ ലിംസ്യൂജിന്റെ അല്ലെങ്കിൽ DXN പോലത്തെ ഒരു കമ്പനിക്ക് കിട്ടിയ പോസിറ്റീവ് വശങ്ങൾ ഇന്ന് നമ്മൾ 100% ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഒരുപക്ഷെ ഒരു COVID-19 വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഫോം ഫില്ല് ചെയ്ത് ഓഫീസുകളിൽ പോയിക്കൊണ്ട് കൊടുക്കേണ്ടി വന്നേനെ. അപ്പോ ഓഫീസിൽ പോകാതെ തന്നെ വീട്ടിലിരുന്ന് രജിസ്റ്റർ ചെയ്യാൻ COVID-19 വന്നതുകൊണ്ട് നമ്മുടെ കമ്പനി അതിന്റെ സ്റ്റെപ്പ് എടുത്തു. അടുത്തൊരെണ്ണമാണ് ഓൺലൈൻ പർച്ചേസ്. ഇന്നൊരു 3000 പോയിന്റ് വാല്യൂ മിനിമം പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് വീട്ടിലിരുന്ന് ഫോൺ വഴിയോ അല്ലെങ്കിൽ മറ്റ് ഇന്റർനെറ്റിലൂടെ അയാൾക്ക് ഓർഡർ ചെയ്യാം. ഏതുപോലെ സുമോട്ടോയും മിന്ത്രയും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൂടെ നമ്മുടെ പുതിയ തലമുറ ന്യൂ ജനറേഷൻ ചെരുപ്പും ഷൂവും ഷർട്ടും പാന്റും സൈക്കിളും ഒക്കെ ഓർഡർ ചെയ്യുന്ന പോലെ നമുക്ക് ഓർഡർ ചെയ്യാം. DXN പ്രൊഡക്റ്റ് നിങ്ങളുടെ വീടിന്റെ വാതിൽ കൊണ്ട് എത്തിക്കും. അപ്പൊ ഓൺലൈൻ ഒരു പർച്ചേസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഓൺലൈൻ ഇൻകം നമുക്ക് വീട്ടിൽ വരും. ബാങ്ക് മുഴുവൻ ക്രെഡിറ്റ് കാർഡുകളിലൂടെയും മറ്റും കാശില്ലാത്ത ക്യാഷ്ലെസ് ട്രാൻസാക്ഷനിലേക്ക് വേൾഡ് ഇന്ത്യ കൊണ്ടുപോകാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ, ഈ മഹത്തായ പ്രസ്ഥാനം അതിന്റെ യാത്ര അതിശക്തമാക്കാൻ പോവുകയാണ്. കമ്പനി ഓരോ സമയത്തും ഓരോരോ പുതിയ മെത്തേഡുകൾ കൊണ്ടുവരികയാണ്. ഇപ്പൊ നമുക്കറിയാം ഓൺലൈനാണ് എല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മഹാപ്രസ്ഥാനത്തിൽ കൂടെ ഓൺലൈനിലൂടെ ഒരാഴ്ചയിൽ 1, 2, 3 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിശക്തമായ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈഡ് വരുമാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെ സഹായിക്കാൻ നിങ്ങൾക്ക് സന്മനസ്സുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പഠിച്ചു കഴിഞ്ഞിട്ട് MBA കഴിഞ്ഞിട്ട് ഒരു പരിപാടിക്ക് പോവാത്ത ഒരു പയ്യനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ MSCയും BSCയും ഒക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുന്ന ഭർത്താവിന്റെ ശമ്പളം മാത്രം കാത്തിരിക്കുന്ന, നോക്കിയാൽ മതി, ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന സ്ഥിര വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർക്കാണ്. പല ശമ്പളങ്ങളും പല ഓഫീസുകളും പല ഗവൺമെന്റ് സെക്ടറിലുള്ള പലർക്കും ശമ്പളം വെട്ടിക്കുറക്കുകയാണ്.
ഞാൻ പറഞ്ഞു വന്നത് ഒരു സൈഡ് വരുമാനം ഉണ്ടാക്കാൻ, ഒരു ഭാര്യ എന്ന നിലയ്ക്ക്, ഒരു കുടുംബിനി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വരുമാനം ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളുള്ള ഒരുപാട് പേര്. ഞാൻ ഭരത്ഗാർ എന്ന് പറഞ്ഞ ആൾ ഓർത്തു പോവുകയാണ്. ഭരത്ഗാർ ഇന്ന് അദ്ദേഹം UP-യിലാണ്. അദ്ദേഹം പഠനം തുടങ്ങുമ്പോഴാണ് അദ്ദേഹം DXN വന്നത്. ഇന്ന് ജീവിതത്തിൽ എല്ലാ തലത്തിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളാണ്. അങ്ങനെ എണ്ണി പറയാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ DXN ഉണ്ട്. DXN ചെയ്യുന്നത് 3 പ്രധാനപ്പെട്ട കാര്യം: ടൈം, മണി ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ഹെൽത്ത് ഫ്രീഡം. 4 കാര്യത്തിന്: ടൈം ഫ്രീഡം, ഹെൽത്ത് ഫ്രീഡം, സെക്യൂരിറ്റി ഫ്രീഡം ആൻഡ് ഫൈനാൻഷ്യൽ ഫ്രീഡം. സെക്യൂരിറ്റി ഫ്രീഡം, ഫൈനാൻഷ്യൽ ഫ്രീഡം രണ്ടാണ്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാസുസാറിനെ സ്മരിക്കുന്നു, ഈ വേണുചേട്ടനെയും സ്മരിക്കുകയാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മഹാരഥന്മാരായിരുന്ന പ്രവർത്തകരായിരുന്നു അവര്. പക്ഷെ അവരുടെ അസാന്നിധ്യത്തിലും DXN-ലൂടെ കിട്ടുന്ന വരുമാനം ഒരു കുടുംബത്തിന്റെ മുന്നോട്ടുള്ള യാത്രയെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരുപക്ഷെ സിറാജുദ്ദീൻ ഇല്ലെങ്കിൽ എന്റെ കുടുംബം മുഴുവനായിട്ടും പട്ടിണിയാവാൻ DXN കമ്പനി സമ്മതിക്കത്തില്ല. അതാണ് സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സെക്യൂരിറ്റി കിട്ടാൻ ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങൾ ഒരുപക്ഷെ ഉണ്ണാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഊട്ടുപുര കാട്ടിക്കൊടുക്കാൻ DXN ആവും. അല്ലെങ്കിൽ DXN എന്ന് പറയുന്ന ഊട്ടുപുരയിലേക്ക് ഒരു വിരൽ ചൂണ്ടാൻ നിങ്ങൾക്കായാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാവും. എന്റെ പ്രിയപ്പെട്ടവർ, എന്നെ കേട്ട മുഴുവൻ ആളുകൾക്കും എല്ലാ തരത്തിലുള്ള ആരോഗ്യം ശ്രദ്ധിക്കണം. ഗവൺമെന്റ് പറയുന്ന സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ് ആൻഡ് കീപ് സോഷ്യൽ ഡിസ്റ്റൻസ്. എൻ്റെ ഈ പ്രസന്റേഷൻ ഭംഗിയായി എന്ന വിശ്വാസത്തോടെ എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ ആളുകൾക്കും, രാജീവ് സാറിനും, ബിനിഷേട്ടനും, ഡോക്ടർ രത്ന വസ്പാലിനും, രഞ്ജനും, റഫീഖ് സാറിനും ഉൾപ്പെടുന്ന, ജിജിത് സാറിനും ഉൾപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് സിറാജ് സാർ.